കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് +1 ഇംഗ്ലീഷിലെ ചാപ്റ്റർ 3 ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തുവാ ആൻ ഏഞ്ചൽ? ആൻ എന്ന് പറഞ്ഞാൽ ഒരു, ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ മാലാഖ, ഒരു മാലാഖ. അപ്പോൾ ഡിസ്ഗൈസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് വേഷം മാറിയ ഒരു മാലാഖ, വേഷം മാറി വന്ന ഒരു മാലാഖ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഇത് വന്നിട്ടൊരു സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ കഥ. ഓക്കെ, ഇതിന്റെ ഓഥർ, ഈ കഥ ആരാ എഴുതിയത്? T.S. ആർതർ ആണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി കഥയാണ് പഠിക്കാൻ പോകുന്നത്. കഥ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ഓഥർ ആരാണെന്ന് അറിഞ്ഞിരിക്കണം, ഏത് കഥ എന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഇവിടെ കഥയിലെ ഓരോ വരികളും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം. ഓക്കെ, പഠിക്കണം എന്ന് വെച്ചാൽ കാണാതെ പഠിക്കാനല്ല, അർത്ഥം മനസ്സിലാക്കി വെക്കണം. കാരണം എന്താന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ ഈ കഥയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് വരികൾ കുറച്ച് ഒരു പാരഗ്രാഫ് പോലെ എടുത്തു തരും. ഈ കഥയുടെ എവിടെന്നെങ്കിലും എടുത്തിട്ട് അത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ഫുള്ളായിട്ട് സോൾവ് ചെയ്യാൻ, അതിന് കംപ്ലീറ്റ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കഥ ലൈൻ ബൈ ലൈൻ, അതായത് ഓരോ വരിയും അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ഓഥർ പഠിക്കുക, കഥയുടെ പേര് പഠിക്കുക. ചിലപ്പോൾ ഈ കഥയിൽ നിന്ന് കുറച്ച് പോർഷൻ തന്നിട്ട് ഇത് ഏത് പാഠത്തിലെയാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ പേര് എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ ഓഥർ ആരാണെന്ന് ചോദിക്കും. പിന്നെ ഇവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ഇത് ആരോട് പറയുന്നു എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് ഈ കഥയിലെ ഓരോ സന്ദർഭങ്ങളും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റോറി. എന്താ? idleness, vice and intemperance had done their miserable work, and the dead mother lay cold and still amid her wretched children. അപ്പോൾ അതെന്ന് വെച്ചാൽ ഐഡിൽനെസ് എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതെ ഇരിക്കില്ലേ, അതായത് മടി, അലസതയുള്ള എന്നുള്ള അർത്ഥം. അപ്പോൾ അലസതയും വൈസ് ആൻഡ് ഇൻടെമ്പറൻസ് ഹാഡ് ഡൺ ദെയർ മിസറബിൾ വർക്ക് എന്ന് വെച്ചാൽ ഈ എന്തൊക്കെയോ കാര്യങ്ങൾ, അലസത, പിന്നെ ദുശീലങ്ങൾ, മദ്യപാനം എന്നിങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങൾ അവരുടെ മിസറബിൾ വർക്ക് എന്ന് വെച്ചാൽ അവരുടെ ജോലി ചെയ്തു തീർത്തിരുന്നു എന്ന് പറഞ്ഞാൽ അവരവിടെ മരിച്ചുപോയി. അതപ്പോൾ കഥയുടെ ആദ്യം തന്നെ ഒരു ദാരുണമായൊരു സന്ദർഭമാണ് പറയുന്നത്. അപ്പോൾ അലസതയും ദുശീലങ്ങളും മദ്യപാനവും എല്ലാം അവരുടെ ജോലി ചെയ്ത് തീർത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ മരിച്ചുപോയി. ഇതൊക്കെ കാരണം അവരുടെ ജോലി തീർന്നു എന്ന് വെച്ചാൽ അവർ മരിച്ചു. അങ്ങനെ മരിച്ച ആ അമ്മ, ഡെഡ് മദർ, എന്താണ്? ലേ എന്ന് വെച്ചാൽ കിടക്കുക, കോൾഡ്, തണുത്ത് വിറച്ച് കിടക്കുകയാണ്. ആൻഡ് സ്റ്റിൽ ആമിഡ് ഹെർ റിച്ച് ചിൽഡ്രൻ. അപ്പോൾ എങ്ങനെയാണ്? അതായത് അവരുടെ പാവപ്പെട്ട കുട്ടികൾക്ക് നടുവിലായിട്ട് തണുത്തുറഞ്ഞ് നിശ്ചലയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഷീ ഹാഡ് ഫാളൻ അപ്പോൺ ദ ത്രഷോൾഡ് ഓഫ് ഹെർ ഓൺ ഡോർ in a drunken fit and died in the presence of her frightened little ones. അപ്പോൾ എന്ന് വെച്ചാൽ ഷീ ഹാഡ് ഫാളൻ, അപ്പോൾ അവൾ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദ ത്രഷോൾഡ് ഓഫ് ഹെർ ഓൺ ഡോർ ഇൻ എ ഡ്രങ്കൻ ഫിറ്റ്, അതായത് അവളിങ്ങനെ കുടിച്ച് ഡ്രങ്കായി ഫിറ്റായിട്ട് അവളുടെ വീട്ടിൻ്റെ പടിവാതിൽക്കൽ, ആ വാതിലിന് മുന്നിൽ തന്നെയാണ് അങ്ങ് വീണ് മരിച്ചത്. ഇൻ ദ പ്രസൻസ് ഓഫ് ഹെർ ഫ്രൈറ്റൻഡ് ലിറ്റിൽ വൺസ്. ഇൻ ദ പ്രസൻസ് ഓഫ് എന്ന് വെച്ചാൽ സാന്നിധ്യത്തിൽ. അപ്പോൾ ആരുടെ സാന്നിധ്യത്തിൽ? ഓഫ് ഹർ ഫ്രൈറ്റൻഡ് ലിറ്റിൽ വൺസ്, അവരുടെ പേടിച്ചരണ്ട് നിൽക്കുന്ന ലിറ്റിൽ വൺസ് എന്ന് വെച്ചാൽ മക്കൾ. അവരുടെ മക്കളുടെ മുന്നിൽ വെച്ച് തന്നെ അവിടെ ആ ഡോറിൻ്റെ പടിവാതിൽക്കൽ കുടിച്ച് ഫിറ്റായി മരിച്ചു വീണു. ഓക്കെ, ഡെത്ത് ടച്ചസ് ദ സ്പ്രിംഗ് ഓഫ് അവർ കോമൺ ഹ്യൂമാനിറ്റി. അപ്പോൾ അതായത് ഡെത്ത്, മരണം, ടച്ചസ് ദ സ്പ്രിംഗ് ഓഫ് അവർ കോമൺ ഹ്യൂമാനിറ്റി, അതായത് മരണം നമ്മുടെ ഒരു പൊതു മനുഷ്യത്വത്തെ ഉണർത്തുന്നു. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരാൾ ഇപ്പോൾ എത്രയൊക്കെ ദ്രോഹം ചെയ്തതോ അല്ലെങ്കിൽ എന്തൊക്കെ ദുശീലങ്ങളുള്ള ഒരു മോശപ്പെട്ട ആളാണെങ്കിലും മരിച്ചു കിടക്കുന്നത് നമ്മൾ അവരുടെ കുറ്റങ്ങളെക്കാൾ അവരുടെ നല്ലതേ പറയൂ, അയ്യോ, അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറ്റിപ്പോയതാണ്, അവരിങ്ങനെ ആയിപ്പോയതാ. മരിച്ചു കിടക്കുന്ന ഒരാളെ എത്ര ക്രൂരനാണെങ്കിൽ നമുക്ക് ഒരു അനുകമ്പയൊക്കെ തോന്നും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. This woman had been despised, scoffed at, and angrily denounced by nearly every man, woman, and child in the village. But now pity took the place of anger and sorrow of denunciation. Okay, എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, അപ്പോൾ ഈ സ്ത്രീയെ അവിടെ എല്ലാവരും കുറ്റപ്പെടുത്തിയും
കുത്തുവാക്ക് പറഞ്ഞും ദേഷ്യത്തോടെ ആട്ടിപ്പായിച്ചു അങ്ങനെയൊക്കെ ഉള്ളൊരു, അതായത് അവിടുത്തെ എവരി മാൻ, എല്ലാ ആണുങ്ങളും സ്ത്രീകളും കുട്ടികളും ഒക്കെ അവരെ മോശമെന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളഞ്ഞ, മോശമെന്ന് പറഞ്ഞ് കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ നൗ പിറ്റി ടുക്ക് ദ പ്ലേസ് ഓഫ് ആങ്കർ. പക്ഷേ ഇപ്പം എല്ലാവർക്കും പിറ്റി, ദയ തോന്നുക. അയ്യോ ഇവർ, അതായത് അവർ ജീവിച്ചിരുന്നപ്പോൾ അവരെ മോശമൊക്കെ പറഞ്ഞ് എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് മോശവും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് മാറ്റി നിർത്തിയവർ ഇപ്പം മരിച്ചപ്പോൾ എന്താണ് അവർക്കൊരു ദയ തോന്നുകയാണ് അവരുടെ അടുത്ത്. ആൻഡ് സോറോ ഓഫ് ഡിനൻസിയേഷൻ. അപ്പോൾ അവർ മരിച്ചതിൽ അവരെന്താണ് ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നെയ്ബേഴ്സ് വെന്റ് ഹാസ്റ്റിലി ടു the old tumble-down hut in which she had secured little more than a place of shelter from summer heat and winter cold, some with grave clothes for a decent interment of the body, and some with food for the half-starving children, 3 in number of these. അപ്പോൾ നെയ്ബേഴ്സ്, അയൽക്കാർ വെന്റ് ഹാസ്റ്റിലി എന്ന് വെച്ചാൽ ഓടിയെത്തി ടു ദ ഓൾ ടംബിൾ ഡൗൺ ഹട്ട്, അതായത് ആ പുരാതനമായ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ആ കുടിലോട്ട് അയൽക്കാർ ഈ മരണ വാർത്ത അറിഞ്ഞതോടെ ഓടിയെത്തി. ഇൻ വിച്ച് ഷീ ഹാഡ് സെക്യൂർഡ് ലിറ്റിൽ മോർ ദാൻ എ പ്ലേസ് ഫോർ ഷെൽട്ടർ ഫ്രം അതായത് അവിടെ വേനലിലെ ആ ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവർ നിന്നിരുന്ന ആ ഒരു വീടിനെയാണ് പറഞ്ഞത്. ആ വീട്ടിലോട്ട് അയൽക്കാരൊക്കെ ഓടിയെത്തുവാണ്. സം വിത്ത് ഗ്രേവ് ക്ലോത്ത്സ് ഫോർ എ ഡീസൻറ്റ് ഇൻ്റർമെൻറ്റ് ഓഫ് ദ ബോഡി. അതായത് ചിലരാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒരു മരണ വാർത്ത അറിയുമ്പോൾ എല്ലാവരും ഓടി വരില്ല, അതുപോലെ അയൽക്കാർ ഓടി വരികയാണ്. ഓടി വന്നവരിൽ ചിലരെന്താണ് ഒരു നല്ല ഡ്രസ്സൊക്കെ അവരെ അതായത് മരിച്ച് കിടക്കുന്ന ആ ഡെഡ് ബോഡിയെ മൂടിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് കൊണ്ടുവരത്തില്ലേ, അപ്പോൾ ആ ഡ്രസ്സൊക്കെ വരുവാണ് കുറച്ച് പേര്. ആൻഡ് സം വിത്ത് ഫുഡ് ഫോർ ദ ഹാഫ് സ്റ്റാർവിങ് ചിൽഡ്രൻ. അതിൽ കുറച്ച് ആൾക്കാർ എങ്ങനെയാണ് വന്നത്, ആഹാരമൊക്കെ ആയിട്ടാണ് വന്നതെന്ന് വെച്ചാൽ അവിടെ ആ കുട്ടികൾ വിശന്ന് കിടക്കുന്ന ആ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ഫുഡൊക്കെ ആയിട്ട് വരുവാണ്. 3 in number, അതായത് അവിടെ 3 in number എന്ന് പറഞ്ഞാൽ 3 കുട്ടികളുണ്ട് അവിടെ. അപ്പോൾ ആ മരിച്ചുപോയ അമ്മയ്ക്ക് 3 മക്കളാണുള്ളത്. അപ്പോൾ ഓഫ് ദീസ് അവരിൽ ആരൊക്കെയാണെന്നാണ് ആ താഴെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ. ജോൺ ദ ഓൾഡസ്റ്റ്, എ ബോയ് ഓഫ് 12, എ സ്റ്റൗട്ട് ലാഡ് ഏബിൾ ടു ഏൺ ഹിസ് ലിവിങ് വിത്ത് എനി ഫാമർ. അപ്പോൾ ജോൺ ദ ഓൾഡസ്റ്റ്, അപ്പോൾ ഏറ്റവും മൂത്ത മകൻ്റെ പേരാണ് ജോൺ എന്ന് പറയുന്നത്. അവൻ എത്ര വയസ്സാണ്? 12 വയസ്സാണ്. എ സ്റ്റൗട്ട് ലാഡ് എന്ന് വെച്ചാൽ നല്ലൊരു ശക്തിയൊക്കെ ഉള്ള ഒരു 12 വയസ്സായ ഒരു ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയായിരുന്നു. ഏബിൾ ടു ഏൺ ഹിസ് ലിവിങ് വിത്ത് എനി ഫാമർ, അതായത് ഏതൊരു കർഷകൻ്റെ കൂടെ പോയി ഏതൊരു ഫാമറിൻ്റെ കൂടെയൊക്കെ പോയി ജോലി ചെയ്യാൻ കരുത്തുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു 12 വയസ്സുള്ള കുട്ടിയായിരുന്നു മൂത്ത മകനായ ജോൺ. കേറ്റ് ബിറ്റ്വീൻ 10 and 11. അപ്പോൾ അടുത്ത ആൾ പറയാണ് കേറ്റ്, ആ പെൺകുട്ടി എത്രയാണ്? ഒരു 10നും 11നും ഇടയ്ക്ക് പ്രായമാണ്. 11 ബ്രൈറ്റ് ആൻഡ് ആക്റ്റീവ്, അപ്പോൾ നല്ല ബ്രൈറ്റും പിന്നെ ആക്റ്റീവ്, നല്ല ചുറുചുറുക്കുള്ള ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഔട്ട് ഓഫ് ഹോം സംതിങ് ക്ലവർ മൈറ്റ് ബി മെയ്ഡ് ഇഫ് ഇൻ ഗുഡ് ഹാൻഡ്സ് ബട്ട് പുവർ ലിറ്റിൽ മാഗി. അപ്പോൾ അവൾക്ക് രണ്ടാമത്തെ കാറ്റിന് എന്താണ് എവിടെയെങ്കിലും പോയി ജോലിയൊക്കെ ചെയ്യാനൊക്കെ പറ്റും, ഒരു വീട്ടു ജോലിയൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ബട്ട് പുവർ ലിറ്റിൽ മാഗി, ഏറ്റവും ഇളയ ആളുടെ പേരാണ് മാഗി എന്നാണ് പേര്. ദ യങ്ങസ്റ്റ്, ഏറ്റവും ഇളയ കുട്ടി വാസ് ഹോപ്പ്ലെസ്ലി ഡിസീസ്ഡ്. പക്ഷേ അവൾ രോഗിയായിരുന്നു, അതാണ് അവിടുത്തെ പ്രശ്നം. ഓക്കെ. അപ്പോൾ മൂത്തവർ രണ്ടിനും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും അവസാനത്തെ മകളുടെ പേര് മാഗി, അവൾ രോഗിയായിരുന്നു. 2 years ago, 2 വർഷങ്ങൾക്ക് മുമ്പ്, എ fall from a window had injured her spine and she had not been able to leave her bed since, except when lifted in the arms of her mother. അപ്പോൾ എന്താണ് 2 years ago, അപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ്, എ fall from the window, അതായത് ഇവൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴേ എങ്ങനെയാണെന്ന് അറിയില്ല, ജനലിൽ നിന്ന് വന്ന് വീണു. ഹാഡ് ഇൻജുർഡ് ഹെർ സ്പൈൻ, അങ്ങനെ നട്ടലിന് മുറിവുണ്ടായി. ആൻഡ് ഷീ ഹാഡ് നോട്ട് ബീൻ ഏബിൾ ടു ലീവ് ഹെർ ബെഡ് സിൻസ്, അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ബെഡിൽ നിന്ന് അങ്ങനെ എഴുന്നേക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ എക്സെപ്റ്റ് വെൻ ലിഫ്റ്റഡ് ഇൻ ദ ആംസ് ഓഫ് ഹെർ മദർ, അപ്പോൾ അമ്മ ഇങ്ങനെ കൈ പിടിച്ച് എണീപ്പിക്കുമ്പോൾ മാത്രമേ എണീക്കാൻ പറ്റൂ, അല്ലാതെ അവൾക്ക് സ്വന്തമായിട്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് നമ്മുടെ മാഗിയുടെ കാര്യം. ഓക്കെ. വാട്ട് ഈസ് ടു ബി ഡൺ വിത്ത് ദ ചിൽഡ്രൻ? ദാറ്റ് വാസ് ദ ചീഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ അമ്മ മരിച്ചു, ഇനി ബാക്കി പിള്ളേരെ എന്ത് ചെയ്യും? അപ്പോൾ ഇനിയിപ്പോൾ പിള്ളേരെ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത അയൽവാസികളുടെ അല്ലെങ്കിൽ അവിടെ ഉള്ളവരുടെ ചോദ്യം. The dead mother would go underground and be forever beyond all care or concern of the villagers. അപ്പോൾ എന്താ, ഡെഡ് മദർ വുഡ് ഗോ അണ്ടർഗ്രൗണ്ട്, അതായത് അമ്മ എന്താണ് മരിച്ചുപോയി, ഇനിയിപ്പോൾ മണ്ണിനടിയിലാവും, പക്ഷെ അടക്കം ചെയ്യും. പക്ഷേ ഈ കുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ആ ഗ്രാമത്തിലെ മൊത്തം ആൾക്കാരുടെയും കൺസേൺ, എന്ന് വെച്ചാൽ ആശങ്ക, എന്ത് ചെയ്യും എന്നാണ് അവിടുത്തെ ഒരു ചിന്ത. But the children must not be left to starve. പക്ഷേ ആ കുട്ടികളെ നമുക്കങ്ങനെ പട്ടിണിക്ക് ഇട്ട് പോകാൻ പറ്റുമോ? ഇല്ല. Considering the matter and talking it over with his wife,
farmer John said that he would take John. ഓക്കെ, കൺസിഡറിങ് ദ മാറ്റർ. അപ്പോൾ ഈ പ്രശ്നം ഒന്ന് പരിഗണിച്ചിട്ട് ആൻഡ് ടേക്കിംഗ് ഇറ്റ് ഓവർ വിത്ത് ഹിസ് വൈഫ്. അപ്പോൾ ആ വൈഫായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ആരാ, ഫാമർ ജോൺസ്. അപ്പോൾ ജോൺസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു കൃഷിക്കാരൻ എന്ത് ചെയ്തു, സെറ്റ് പറഞ്ഞു ദാറ്റ് ഹി വുഡ് ടേക്ക് ജോൺ. അവൻ ജോണിനെ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ ജോണിന് ഇത്തിരി ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, അപ്പോൾ ജോണിനെ അവൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. മിസ്സിസ് എല്ലിസ് who had been looking out for a bound girl. അപ്പോൾ അടുത്തിനി ആരാണ്, മിസ്സിസ് എല്ലിസ്. മിസ്സിസ് എല്ലിസ് എന്ന് പറഞ്ഞാൽ അവരെന്ന് വെച്ചാൽ ലുക്കിംഗ് ഔട്ട് ഫോർ എ ബൗണ്ട് ഗേൾ എന്ന് വെച്ചാൽ ഒരു വീട്ടു ജോലിക്കൊക്കെ ഒരു പെൺകുട്ടിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മിസ്സിസ് എല്ലി. കൺക്ലൂഡഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി ചാരിറ്റബിൾ ഇൻ ഹർ ടു മേക്ക് ചോയ്സ് ഓഫ് കാറ്റി. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനിപ്പോൾ കാറ്റിയെ എടുക്കുവാണെങ്കിൽ അതൊരു ചാരിറ്റി ആയിക്കോട്ടെ എന്നുള്ള അതൊരു പരിഗണന രീതിയിൽ. പക്ഷെ അവൾ ഇതാണ് വീട്ടു ജോലിക്കാണ് അവളുടെ യഥാർത്ഥത്തിൽ അവൾ തിരഞ്ഞെടുക്കുന്നത്. ഈവൻ ദോ ഷീ വാസ് ടു യങ് ടു ബി ഓഫ് മച്ച് യൂസ് ഫോർ സെവറൽ ഇയേഴ്സ്. അപ്പോൾ അവൾ പറയാണ്, അവൾ മനസ്സിൽ വിചാരിക്കുക ഇപ്പം ഈ കുട്ടി കുഞ്ഞാണ്, ഓക്കെ, എന്നാലും കുറച്ച് വർഷം കഴിയുമ്പോൾ അവൾക്ക് വീട്ടിൽ ജോലിയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ രണ്ടാമത്തെ മകളെ ഏറ്റെടുക്കാന്ന് പറയുന്നു. ഓക്കെ, I could do much better, I know, said Mrs. Ellis. But as no one seems inclined to take her. Okay, അപ്പോൾ അങ്ങനെയാണ്. I could do much better, I know, said Mrs. Ellis. അപ്പോൾ എന്താ മിസ്സിസ് എല്ലിസ് പറയണേ, എനിക്കിതിനെക്കാട്ടിലും നല്ലതിനെ കണ്ടെത്താൻ പറ്റും, എനിക്കറിയാം, പക്ഷേ ബട്ട് അസ് നോ വൺ സീംസ് ഇൻക്ലൈൻഡ് ടു ടേക്ക് ഹർ. പക്ഷെ ആരും അവളെ എടുക്കാൻ അവളെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഐ മസ്റ്റ് ആക്ട് ഫ്രം എ സെൻസ് ഓഫ് ഡ്യൂട്ടി, എക്സ്പെക്ട് ടു ഹാവ് ട്രബിൾ വിത്ത് ദ ചൈൽഡ്. അപ്പോൾ എന്താ മിസ്സിസ് എല്ലിസ് പറയാണ്, ആരും അവളെ എടുക്കാൻ കൂട്ടാക്കുന്നില്ല, അപ്പം ഞാൻ തന്നെ അങ്ങ് എനിക്കിതിനെ മികച്ചനെ കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്കറിയാം, പക്ഷേ അവളെ ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാത്തതുകൊണ്ട് ഞാൻ ഒരു കടമ എന്ന നിലയിൽ ആ കുട്ടിയെ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഈ കടമ എന്ന നിലയിൽ ഞാൻ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവള് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചവളാണ് എന്ന് അവിടെ പറയുന്നു. ഫോർ ഷീസ് ആൻ അൺഡിസിപ്ലിൻഡ് തിങ് യൂസിങ് ടു ഹാവിങ് ഹെർ ഓൺ വേ ബട്ട് നോ വൺ സെറ്റ് ഐ വിൽ ടേക്ക് മാഗി. അപ്പോൾ പറയാണ്, മിസ്സിസ് എല്ലിസ് പറയാണ്, എനിക്കറിയാം ഇവളെ ഞാൻ ഏറ്റെടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ എനിക്കുണ്ടാകും. കാരണം ഇവള് ആരും നിയന്ത്രിക്കാനില്ലാതെ ആ അമ്മ മരിച്ചുപോയി. അപ്പോൾ അമ്മയാണെങ്കിൽ ദുശീലമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അമ്മ അവരെ നോക്കത്തില്ലായിരിക്കും. അപ്പോൾ ഇവളെങ്ങനെയാണ് ഇവളുടെ സ്വഭാവം എന്ന്, ഇവളുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചതാണ്. അപ്പോൾ ഇവളെ എനിക്ക് നേരെയാക്കി എടുക്കാൻ പറ്റുമോ, എനിക്ക് ട്രബിൾ ആവുമെന്ന് അറിയാം, എന്നിരുന്നാലും ഞാൻ എൻ്റെ കടമയെന്ന രീതിയിൽ ഞാൻ അവളെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് മിസ്സിസ് എല്ലിസ് പറഞ്ഞു. പക്ഷേ ഇനിയാണ് വരുന്നത് പക്ഷേ നോ വൺ സെഡ് ഐ വിൽ ടേക്ക് മാഗി. അപ്പോൾ ആരും പറഞ്ഞില്ല ഞാൻ മാഗിയെ ഏറ്റെടുക്കാം. മാഗി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ രോഗിയായ കൊച്ചിനെ ഏറ്റെടുക്കാമെന്ന് ആരും പറഞ്ഞില്ല. പിറ്റിയിങ് ഗ്ലാൻസസ് വേർ കാസ്റ്റ് ഓൺ ഹെർ വാൻ ആൻഡ് വേസ്റ്റഡ് ഫോം ആൻഡ് തോട്ട്സ് വേർ ട്രബിൾഡ് ഓൺ ഹെർ അക്കൗണ്ട്. അപ്പോൾ അവളുടെ ഈ വിളറിയതും ക്ഷീണിച്ചതുമായിട്ടുള്ള അവളുടെ ശരീരം, അതായത് മാഗിയിൽ എല്ലാവരും ഇങ്ങനെ ദയോടെ നോക്കി. പക്ഷേ അവളെക്കുറിച്ചുള്ള ഈ ചിന്തകൾ ഗ്രാമവാസികൾ എന്ത് ചെയ്തു, ഭയങ്കര ചിന്തയിലോട്ട് കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ അവരെ കൂടുതൽ അസ്വസ്ഥരാക്കുകയാണ് ചെയ്തത്. മാഗി എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതാണ് വരുന്നത്. Mothers brought cast off garments and removed her soiled and ragged clothes, dressed her in clean attire. അപ്പോൾ മദേഴ്സ്, അപ്പോൾ വേറെ അമ്മമാർ, അവിടെ കൂടിയിരുന്ന അമ്മമാർ ബ്രോഡ് കാസ്റ്റ് ഓഫ് ഗാർമെന്റ്സ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു, മാഗിനെ വന്നിട്ട് ആൻഡ് റിമൂവ് ഹെയർ സോയിൽഡ് ആൻഡ് റാഗ്ഡ് ക്ലോത്ത്സ്, അതായത് പൊടിയൊക്കെ പറ്റി അഴുക്കൊക്കെ പറ്റി ആ ഡ്രസ്സൊക്കെ അങ്ങ് മാറ്റി കൊടുത്തു. ഡ്രസ്ഡ് ഹെയറിനെ ക്ലീൻ അറ്റയർ, എന്നിട്ട് ഒരു നല്ല വൃത്തിയുള്ള ഒരു അറ്റയർ, അതായത് ഒരു ഡ്രസ്സിങ് ഒക്കെ ചെയ്തു. The sad eyes and patient face on the little one touched many hearts. അപ്പോൾ ഈ മാഗിയുടെ ഈ ഒരു ഭയങ്കര അവളുടെ ആ വിഷമം നിറഞ്ഞ മുഖമൊക്കെ ബാക്കിയുള്ളവരെ കൂടെ ഒരുപാട് ഹൃദയങ്ങളെ സ്പർശിച്ചു. ബട്ട് നൺ വാണ്ടഡ് എ ബെഡ് റിഡൺ ചൈൽഡ്. അപ്പോൾ എല്ലാവർക്കും അവളെ മാഗിയുടെ വിഷമത്തോടെയുള്ള മുഖമൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ദയനീയത തോന്നി. പക്ഷെ ആർക്കും ഇങ്ങനെ കിടക്കയിൽ ഇങ്ങനെ കിടന്നു പോകുന്നു. അവളിന്ന് എണീറ്റൊക്കെ നടന്നിരുന്നെങ്കിൽ ആരെങ്കിലും എടുക്കുമായിരുന്നു. പക്ഷെ അവളുടെ കിടരോഗിയായിട്ട് പോയ ആ മാഗി ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ടേക്ക് ഹർ ടു ദ പുവർ ഹൗസ് സെഡ് എ റഫ് മാൻ. അപ്പോൾ ഒരു പരിക്കൻ, ഒരു ക്രൂരനായിട്ടുള്ള ആള് പറയണേ, ടേക്ക് ഹെർ ടു ദ പുവർ ഹൗസ്. പുവർ ഹൗസ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് പാവപ്പെട്ട കുട്ടികളെ വളർത്തുക, അതായത് അനാഥാലയം പോലുള്ള. ഓക്കെ, അപ്പോൾ അവളെ ഒരു അനാഥാലയത്തിലോ അങ്ങോട്ട് വല്ലതും ആക്ക് എന്നൊരു ക്രൂരനായ വ്യക്തി പറയുന്നു. ക്രൂരൻ എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി പരിക്കൻ സ്വഭാവമുള്ള റഫ് മാൻ പറയുവാണ്.
നോബഡി ഈസ് ഗോയിങ് ടു ബി ബോതേഡ് വിത്ത് ഹെർ എന്ന് വെച്ചാൽ ആരും അവളെക്കുറിച്ച് ബോതേഡ് ആവുന്നില്ല, അവളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ദ പുവർ ഹൗസ് ഈസ് എ സാഡ് പ്ലേസ് ഫോർ എ സിക്ക് ആൻഡ് ഹെൽപ്ലെസ് ചൈൽഡ് ആൻസർഡ് വൺ. അപ്പോൾ ഒരാൾ മറുപടി പറയാണ്, ഈ അനാഥാലയം എന്ന് പറഞ്ഞാൽ സാഡ് പ്ലേസ് ഫോർ എ സിക്ക് ആൻഡ് ഹെൽപ്ലെസ് ചൈൽഡ്, അതായത് ഒരു രോഗിയും ആരും സഹായത്തിനും ഇല്ലാത്ത കുട്ടിക്ക് ഒരു വിഷമം പിടിച്ച ഒരു സ്ഥലമായിരിക്കും ഈ പുവർ ഹൗസ് അല്ലെങ്കിൽ അനാഥാലയം എന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ ഫോർ യുവർ ചൈൽഡ് ഓർ മൈൻ സെഡ് ദ അതർ, ലൈറ്റ്ലി സ്പീക്കിംഗ് ബട്ട് ഫോർ ദിസ് ബ്രാഡ് ഇറ്റ് വിൽ പ്രൂവ് എ ബ്ലെസ്ഡ് ചേഞ്ച്. അപ്പോൾ വേറൊരാൾ പറയാണ് ഫോർ യുവർ ചൈൽഡ് ഓർ മൈൻ, അതായത് നിന്റെ കുട്ടിക്കോ എൻ്റെ കുട്ടിക്കോ അതെന്ന് പറഞ്ഞാൽ ഒരു മോശ സ്ഥലമായിരിക്കും ഈ അനാഥാലയം എന്ന് പറയുന്നത്. പക്ഷേ ഈ കുട്ടിക്ക് അതൊരു അനുഗ്രഹമായിരിക്കും, ബ്ലെസ്ഡ് ആയിരിക്കും, അനുഗ്രഹമായിരിക്കും. ഈ കുട്ടിയെ അനാഥാലയത്തിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമായിരിക്കും. ഷീ വിൽ ബി കെപ്റ്റ് ക്ലീൻ, അപ്പോൾ അവിടെ അവളെ വൃത്തിയായിട്ടൊക്കെ നോക്കും. ഹാവ് ഹെൽത്തി ഫുഡ്, നല്ല ആരോഗ്യമുള്ള ആഹാരമൊക്കെ കൊടുക്കും. പിന്നെന്താണ് ആൻഡ് ബി ഡോക്ടേർഡ്, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാരൊക്കെ അവളെ കാണാൻ വരും. വിച്ച് ഈസ് മോർ ദാൻ ക്യാൻ ബി സെറ്റ് ഓഫ് ഹെർ പാസ്റ്റ് കണ്ടീഷൻ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയെക്കാട്ടിലും എന്തുകൊണ്ടും അവൾക്ക് നല്ലതായിരിക്കും എന്ന് ഒരാൾ പറയുവാണ്. ഓക്കെ, അപ്പോൾ ഈ മാഗിയുടെ കാര്യത്തിന്റെ ചർച്ചയാണ് അവിടെ മൊത്തവും നടക്കുന്നത്. there was reason in that but still it didn't satisfy. അപ്പോൾ there was reason in that, അപ്പോൾ ഇങ്ങനെ ഒരു കാരണങ്ങൾ അവിടെ ഉണ്ട്, ബട്ട് സ്റ്റിൽ, പക്ഷേ ഇപ്പോഴും ഇറ്റ് ഡിഡിൻ സാറ്റിസ്ഫൈ. അപ്പോൾ ആരെയും തൃപ്തിപ്പെടുത്തില്ല. അയ്യോ അവൾ അനാഥാലയത്തിൽ വിടണോ, എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഒരു തൃപ്തി ആൾക്കാർക്ക് കിട്ടിയില്ല. ദ ഡേ ഫോളോയിങ് ദ ഡേ ഓഫ് ഡെത്ത് വാസ് മെയ്ഡ് ദ ഡേ ഓഫ് ബെറിയൽ. ഓക്കെ, അപ്പോൾ ഈ അടുത്ത ദിവസം, അതായത് നെക്സ്റ്റ് ഡേ, മരിച്ചതിൻ്റെ പിറ്റേ ദിവസം സംസ്കാര ചടങ്ങുകൾ, അതായത് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കില്ലേ മരണത്തിൻ്റെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ നിശ്ചയിച്ചു. കാരണം ആൾക്കാരാണ് അവിടെ നിശ്ചയിക്കേണ്ടത്, വേറെ ആരും ഇല്ല, ഇവർ കുട്ടികളല്ലേ, മക്കള്. A few neighbors were at the miserable hall, but none followed the cart as it bore the unhonored remains to its pauper grave. അപ്പോൾ എന്താണ്, എ ഫ്യൂ നൈബേഴ്സ് വേർ അറ്റ് ദ മിസറബിൾ, അപ്പോൾ ആ ഒരു വീട്ടിൽ മരണം നടന്ന ആ വീട്ടിൽ കുറച്ച് അയൽക്കാർ മാത്രമേ ഉള്ളൂ. ബട്ട് നൺ ഫോളോ, പക്ഷെ ആരും തന്നെ പിന്തുടർന്നില്ല ദ കാട്ടെന്ന് വെച്ചാൽ അതായത് ഈ ശവമഞ്ചം കൊണ്ടുപോകുന്ന ആ ശവപ്പെട്ടി, അതായത് ആ ശവത്തെ കൊണ്ടുപോകുന്ന ആ മൃതദേഹം കൊണ്ടുപോകുന്ന ആ വാഹനത്തെ ആരും പിന്തുടർന്ന് അതിൻ്റെ പുറകെ പോയില്ല. അതായത് ശവസംസ്കാര ചടങ്ങിൻ്റെ ആ സ്ഥലത്തോട്ട് പോയില്ല എന്നാണ് പറയുന്നത്. ശവപ്പറമ്പിലോട്ട് പോയില്ല. ഫാമർ ജോൺസ് ആഫ്റ്റർ ദ കോഫീൻ was taken out, placed John in his wagon and drove away, satisfied that he had done his part. അപ്പോൾ എന്താണ് ഫാമർ ജോൺസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജോൺ, അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ആഫ്റ്റർ ദ കോഫിൻ വാസ് ടേക്കൻ ഔട്ട്, അതായത് ആ ശവമഞ്ചം, അതായത് ആ ശവപ്പെട്ടി അതെല്ലാം പുറത്തെടുത്തതിന് ശേഷം ഉടനെ തന്നെ എന്ത് ചെയ്തു, പ്ലേസ് ജോൺ ഇൻ ഹിസ് വാഗൺ ആൻഡ് ഡ്രോവ് അവേ. അപ്പോൾ എന്നിട്ട് ആ നമ്മുടെ മൂത്ത മകനെ ഏറ്റെടുക്കാന്ന് പറഞ്ഞില്ലേ, അവനെയും കൊണ്ട് വണ്ടി ഓടിച്ചു പോയി. സാറ്റിസ്ഫൈഡ് ദാറ്റ് ഹി ഹാഡ് ഡൺ ഹിസ് പാർട്ട്, അപ്പോൾ അദ്ദേഹത്തിന് ഒരു തൃപ്തി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഭാഗം ചെയ്തു, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു, മൂത്ത ആ പയ്യനെ ഞാൻ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞ് അയാൾ എടുത്തുകൊണ്ട് പോയി. ഓക്കെ, ആ ഒരു തൃപ്തിയോടെ അയാൾ പോവാണ്. അടുത്ത് മിസ്സിസ് എല്ലിസ് സ്പോക്ക് ടു കേറ്റ് വിത്ത് എ ഹറീഡ് എയർ, bid your sister goodbye and drew the tearful children apart even before their lips had touched in a sobbing farewell. അപ്പോൾ എന്ത് ചെയ്തു, മിസ്സിസ് എല്ലിസ് ആണ് രണ്ടാമത്തെ കേറ്റിനെ കൊണ്ടുവന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, കേറ്റിനോട് സംസാരിച്ചു വിത്ത് എ ഹറീഡ് എയർ എന്ന് വെച്ചാൽ ഭയങ്കര തിടുക്കത്തിൽ ഇങ്ങനെ പറയുകയാണ്, ബിഡ് യുവർ സിസ്റ്റർ ഗുഡ് ബൈ, അതായത് നിന്റെ സഹോദരിയോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു ആൻഡ് ഡ്രൂ ദ ടിയർഫുൾ ചിൽഡ്രൻ അപ്പാർട്ട് ഈവൻ ബിഫോർ ദെയർ ലിപ്സ് ഹാഡ് ടച്ച്ഡ് ഇൻ എ സോബിങ് ഫെയർവെൽ. അതായത് എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് ഗുഡ് ബൈ പറയൂന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ തമ്മിൽ പരസ്പരം, ആ സഹോദരങ്ങൾ തമ്മിൽ ഗുഡ് ബൈ ഒന്ന് പറയുന്നതിന് മുമ്പേ തന്നെ അവളെ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോവുകയാണ് അവിടെ ചെയ്യുന്നത്. ആൻഡ് ഡ്രൂ ദ ടിയർഫുൾ ചിൽഡ്രൻ എന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുട്ടികളെ അപ്പാർട്ട് എന്ന് വെച്ചാൽ രണ്ടാക്കി, അതായത് അവരെ എന്ന് വെച്ചാൽ ഒരാളെ വേർപെടുത്തി അങ്ങ് കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പാർട്ട് ഈവൻ ബിഫോർ ദ ലിപ്സ് ഹാഡ് ടച്ച്ഡ് ഇൻ എ സോബിങ് ഫെയർവെൽ, ഒരു വിതുമ്പിക്കൊണ്ടുള്ള ഒരു ഫെയർവെല്ല് ഒന്ന് പറയാനുള്ള അവസരം പോലും കൊടുക്കാതെ വേഗത്തിൽ മിസ്സിസ് എല്ലിസ് കേറ്റിനെയും കൊണ്ട് പോവുകയാണ്. ഹാസ്ലി അതേഴ്സ് വെന്റ് ഔട്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ളവരും വേഗത്തിൽ പോയി, ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ പോയി. സം ഗ്ലാൻസിങ് അറ്റ് മാഗി, കുറച്ച് പേര് എന്ത് ചെയ്തു, മാഗി ഇങ്ങനെ നോക്കുന്നുണ്ട്, തുറിച്ചൊക്കെ നോക്കുന്നുണ്ട്, എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആൻഡ് സം റെസൊല്യൂട്ട്ലി റിഫ്രൈനിങ് ഫ്രം എ ലുക്ക്, ചിലരെന്താണ് ഇങ്ങനെ മുഖം കൊടുക്കാതെ ഇങ്ങ് പോകുന്നു മാഗിയെ, ഇനി എന്തോ വരും മുഖം കൊടുത്താൽ എങ്ങനെയാ എന്നുള്ള രീതിയിൽ മുഖം പോലും കൊടുക്കാതെ, മാഗിക്ക് മുഖം പോലും കൊടുക്കാതെ പോകുന്നുണ്ട്. അൻറ്റിൽ ഓൾ ഹാഡ് ഗോൺ, എന്നിട്ട് എന്താണ് എല്ലാവരും അവസാനം പോയി. ഷീ വാസ് അലോൺ, അങ്ങനെ
അവസാനം എന്താ, മാഗി മാത്രം ഒറ്റയ്ക്കായി. അപ്പോൾ മാഗിയുടെ മൂത്ത ബ്രദറിനെയും സഹോദരിയും കൊണ്ടുപോയി ആ രോഗിയായ മാഗിയെ കൊണ്ടുപോകാൻ ആരുമില്ല. മാഗി അങ്ങനെ ഒറ്റപ്പെട്ടു ഇരിക്കുവാണ്. ജസ്റ്റ് ബിയോണ്ട് ദ ത്രെഷോൾഡ് ജോ തോംസൺ ദ വീൽറൈറ്റ് paused and said to the blacksmith's wife who was hastening off with the rest, it's a cruel thing to leave her so. അപ്പോൾ ജസ്റ്റ് ബിയോണ്ട് ദ ത്രെഷോൾഡ്, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദ ജോ തോംസൺ എന്ന് പറയുന്നത്, ജോ തോംസൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ജോ തോംസൺ. അയാൾ എന്ത് ചെയ്തു, അയാൾ ആരാണ്, ദ വീൽ റൈറ്റ് എന്ന് വെച്ചാൽ ഒരു വണ്ടിയൊക്കെ ചക്രങ്ങളൊക്കെ, വണ്ടിയല്ല ചക്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ പോസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ നിന്നു. ആൻഡ് സെറ്റ് ടു ദ ബ്ലാക്ക് സ്മിത്ത്സ് വൈഫ്, ബ്ലാക്ക് സ്മിത്ത് എന്ന് വെച്ചാൽ കൊല്ലപ്പണി, ആലപ്പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനോട് പറയാണ്, കൊല്ലപ്പണിക്കാരൻ്റെ വൈഫിനും ഭാര്യയോട് പറയാണ് എന്താണ്, ഹു വാസ് ഹാസ്നിങ് ഓഫ് വിത്ത് ദ റെസ്റ്റ്, അതായത് ബാക്കിയുള്ളവരുടെ കൂടെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കൊല്ലപ്പണിക്കാരൻ്റെ ഭാര്യയോട്, ബ്ലാക്ക് സ്മിത്തിൻ്റെ വൈഫിനോട് പറയാണ്, ഇറ്റ്സ് എ ക്രൂവൽ തിങ് ടു ലീവ് ഹർ സോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രൂരമായ ഒരു പരിപാടിയാണ്, ഇങ്ങനെ ആ കൊച്ചിനെ ഇവിടെ വിട്ടിട്ട് പോകുന്ന ഒരു ക്രൂരതയാണ് എന്ന് ആര് പറയുന്നു, ജോ തോംസൺ പറയുന്നു. ഓക്കെ, then take her to the poorhouse, she will have to go there, answered the blacksmith's wife. അപ്പോൾ എന്ത് ചെയ്തു, ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ വൈഫ് പറയുകയാണ്, ദെൻ എങ്കിൽ ടേക്ക് ഹെർ ടു ദ പുവർ ഹൗസ്, അവളെ ആ അനാഥാലയത്തിൽ അല്ലെങ്കിൽ ആ പാവപ്പെട്ടവർ താമസിക്കുന്ന ആ വീട്ടിലോട്ട് കൊണ്ടുപോകൂ. ഷീ വിൽ ഹാവ് ടു ഗോ ദെയർ, അവൾക്ക് അവിടെ പോകേണ്ടതുണ്ട്, അവളെ അവിടെ കൊണ്ടുപോകണം. ആൻസർ ദ ബ്ലാക്ക് സ്മിത്ത്സ് വൈഫ്. അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവളെ ആ അനാഥാലയത്തിൽ കൊണ്ടുവിട് എന്ന് പറഞ്ഞു. സ്പ്രിങ്ങിങ് എവേ ആൻഡ് ലീവിങ് ജോ ബിഹൈൻഡ്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു, പെട്ടെന്ന് സ്പ്രിങ്ങിങ് എവേ എന്ന് വെച്ചാൽ സ്പ്രിങ് പോലെ പെട്ടെന്ന് അങ്ങ് പോയി, അവിടെ ജോ മാത്രം അവശേഷിച്ചു. ഫോർ എ ലിറ്റിൽ വൈൽ ദ മാൻ സ്റ്റുഡ് വിത്ത് എ പസിൽഡ് എയർ. അപ്പോൾ ഫോർ എ ലിറ്റിൽ വൈൽ, കുറച്ച് നേരം അയാൾ എന്താണ്, സ്റ്റുഡ് നിന്നു, വിത്ത് എ പസിൽഡ് എയർ എന്ന് വെച്ചാൽ ഒരു ആകെ ആശയക്കുഴപ്പത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അയാളിങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. ദെൻ ഹി ടേൺ ബാക്ക് ആൻഡ് വെൻറ്റ് ഇൻ ടു ദ ഹോൾ അഗെയിൻ. എന്നിട്ട് അയാൾ തിരിഞ്ഞു, എന്നിട്ട് ആ കുടിലോട്ട്, അവരുടെ ആ വീട്ടിലോട്ട്, ആ കുട്ടികളുടെ ആ വീട്ടിലോട്ട് വീണ്ടും ഒന്നുകൂടെ കയറിപ്പോയി. മാഗി വിത്ത് പെയിൻഫുൾ എഫേർട്ട്. അപ്പോൾ മാഗി ഇങ്ങനെ ഭയങ്കര വേദനയോടെ കുറേ എഫേർട്ടൊക്കെ ഇട്ട് പരിശ്രമിച്ച് ഹാഡ് റേസ്ഡ് ഹെർ സെൽഫ്. അവൾ എന്ത് ചെയ്തു, എഴുന്നേറ്റിരുന്നു. കാരണം അവൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും അവൾ എഫേർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ എഴുന്നേറ്റിരുന്നു. ടു ആൻ അപ്രൈറ്റ് പൊസിഷൻ, എന്നിട്ട് അതായത് ഇങ്ങനെ അപ്രൈറ്റ് മുകളിലോട്ട് എഴുന്നേറ്റിങ്ങനെ ആ ഒരു പൊസിഷനിലിരുന്നു. ആൻഡ് വാസ് സിറ്റിംഗ് ഓൺ ദ ബെഡ്. എന്നിട്ട് എന്താണ്, ആ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സ്ട്രെയിനിങ് ഹെർ ഐസ് അപ്പോൺ ദ ഡോർ. എന്നിട്ട് സ്ട്രെയിൻ ചെയ്ത് ഇങ്ങനെ എന്താണ്, ഐസ് അപ്പോൺ ദ ഡോർ എന്ന് വെച്ചാൽ ആ ഡോറിലോട്ട് ഇങ്ങനെ കണ്ണു നട്ടിരിക്കുവാണ്. ഔട്ട് ഓഫ് വിച്ച് ആൾ ഹാഡ് ജസ്റ്റ് ഡിപ്പാർട്ടഡ് എന്ന് വെച്ചാൽ എല്ലാവരും പോയ ആ വഴിയിലോട്ട് ഇങ്ങനെ കണ്ണു നട്ട് ഇങ്ങനെ നോക്കി ഇരിക്കുവാണ്. എ വാഗ് ടെറർ ഹാഡ് കം ഇൻ ടു ഹെർ തിൻ വൈറ്റ് ഫേസ്. അപ്പോഴത്തേക്കും അവളുടെ ആ വിളറി വെളുത്ത ആ മുഖത്ത് ഒരു പേടിയൊക്കെ വന്നു തുടങ്ങി. ഓ മിസ്റ്റർ തോംസൺ, ഷീ ക്രൈഡ് ഔട്ട്. എന്നിട്ട് പറയണ, അയ്യോ മിസ്റ്റർ തോംസൺ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അവൾ ഇങ്ങനെ ഉറക്കെ കരയാൻ തുടങ്ങി. ക്യാച്ചിങ് ഹെർ സസ്പെൻഡഡ് ബ്രീത്ത്, ഡോണ്ട് ലീവ് മീ ഹിയർ ഓൾ അലോൺ. അപ്പോൾ എന്താണ്, അവൾ ആ കിതച്ചു കൊണ്ടുള്ള ആ ശബ്ദത്തോടെ അവളിങ്ങനെ പറയുവാണ്, എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവല്ലേ എന്നിങ്ങനെ ആര് പറയുവാണ്, മാഗി പറയുവാണ്. ഓക്കെ, ദോ റഫ് ഇൻ എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ പുറമേ ഒരു പരിക്കൻ സ്വഭാവമൊക്കെ ആണെങ്കിലും ജോ തോംസൺ ദ വീൽ റൈറ്റ് ഹാഡ് എ ഹാർട്ട് ആൻഡ് ഇറ്റ് വാസ് വെരി ടെൻഡർ ഇൻ സം പ്ലേസസ്. അപ്പോൾ എന്താണ്, ഇയാളെ പുറമേ കാണാൻ ഒരു പരിക്കനാണെങ്കിൽ അയാളുടെ മനസ്സിനകത്ത്, ചിലർ നമുക്ക് പുറമേ ദേഷ്യമാണെങ്കിൽ പക്ഷെ ഉള്ളിനുള്ളിൽ നല്ല സ്നേഹമുള്ള പാവ മനുഷ്യരായിരിക്കും. അതുപോലെയായിരുന്നു ഈ ജോ തോംസണും. അയാൾ പുറമേ പരിക്കൻ സ്വഭാവമാണെങ്കിലും അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു മനസ്സിനുടമയായിരുന്നു. ഓക്കെ, ഹി ലൈക്ക് ചിൽഡ്രൻ. അദ്ദേഹം കുട്ടികളെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് വാസ് പ്ലസ് ടു ഹാവ് ദം കം ടു ഹിസ് ഷോപ്പ്. എന്നിട്ട് അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കടയിൽ കുട്ടികൾ വരുന്നതൊക്കെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വേർ സ്ലൈഡ്സ് ആൻഡ് വാഗൻസ് വെയർ മെയ്ഡ് ഓർ മെൻറ്റഡ് ഫോർ ദ വില്ലേജ് ലാഡ്സ് ഫ്രീ ഓഫ് ചാർജ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, അപ്പോൾ ഈ കുട്ടികളിങ്ങനെ കടൽ വരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അവിടെ അയാൾ ഗ്രാമത്തിലെ കുട്ടികൾക്കായി സ്ലഡ്ജുകളും വണ്ടികളും ഒക്കെ ഇങ്ങനെ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് ഉണ്ടാക്കി അറ്റകുറ്റപ്പണികളൊക്കെ ഇങ്ങനെ മെക്കാനിക് വർക്കൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു ജോ തോംസൺ എന്ന് പറഞ്ഞത്. നോ ഡിയർ, ഹി ആൻസേർഡ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ഇല്ല മകളെ, ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകില്ല എന്ന് അയാൾ പറഞ്ഞു. ഇൻ എ കൈൻഡ് വോയിസ്, വളരെ ദയുള്ള ഒരു വോയിസിൽ അങ്ങ് പറയുകയാണ്. ഗോയിങ് ടു ദ ബെഡ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ ബെഡിലോട്ട് പോയി. ആൻഡ് സ്റ്റൂപ്പിംഗ് ഡൗൺ ഓഫ് ദ ചൈൽഡ്, യു ഷാൾ നോട്ട് ബി ലെഫ്റ്റ് ഹിയർ അലോൺ. എന്നിട്ട് പറയണ എന്താ, നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ പോവില്ല, നീ ഇവിടെ ഒറ്റയ്ക്ക് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. ദെൻ ഹി റാപ്ഡ് ഹെർ വിത്ത് ദ ജെന്റിൽനെസ് ഓൾമോസ്റ്റ് ഓഫ് എ വുമൻ in the clean bed clothes
വിച്ച് സം നെയ്ബർ ഹാഡ് ബ്രോട്ട്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം റാപ്ഡ് പൊതിഞ്ഞു ഹെർ അവളെ വിത്ത് ദ ജെന്റിൽനെസ് ഓൾമോസ്റ്റ് എ വുമൻ. അതായത് ഒരു സ്ത്രീകൾ ഇങ്ങനെ പതിവായിട്ട് മൃദുവായിട്ട് ഇങ്ങനെ പുതപ്പ് കൊണ്ട് മൂടിക്കൊടുക്കില്ല, അതുപോലെ ഇദ്ദേഹം ആ കുട്ടിയെ പുതപ്പ് കൊണ്ട് മൂടി. എന്നിട്ട് എങ്ങനെയാ ക്ലീൻ ബെഡ് ക്ലോത്ത്സ്, അതായത് വൃത്തിയുള്ള ബെഡ് ക്ലോത്ത്സ് കൊണ്ട് പൊതിഞ്ഞു. വിത്ത് സം നെയ്ബർ ഹാഡ് ബ്രോട്ട്, അതായത് ആ വൃത്തിയുള്ള ഡ്രസ്സ് ഏതോ ഒരു അയൽക്കാരൻ കൊടുത്തതാണ്, ഒരു അയൽവാസി കൊടുത്തതാണ്, അതുകൊണ്ട് പൊതിഞ്ഞു. ആൻഡ് ലിഫ്റ്റിംഗ് ഹെർ ഇൻ ഹിസ് സ്ട്രോങ് ആംസ്, എന്നിട്ട് എന്ത് ചെയ്തു, അവളിങ്ങനെ പൊക്കിയെടുത്തു, അദ്ദേഹത്തിൻ്റെ കൈകളിൽ പൊക്കിയെടുത്തു. ബോ ഹെർ ഔട്ട് ഇൻ ടു ദ എയർ, എന്നിട്ട് എന്ത് ചെയ്തു, അവൾ പുറത്തോട്ട് കൊണ്ടുപോകാൻ. ആൻഡ് അക്രോസ് ദ ഫീൽഡ് ദാറ്റ് ലേ ബിറ്റ്വീൻ ദ ഓവൽ ആൻഡ് ഹിസ് ഹോം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനും ഈ കുടിലിനും ഇടയ്ക്ക് ഉള്ള ഒരു വയലിനൂടെ ഈ കുട്ടിയെയും കൊണ്ടങ്ങ് പോവുകയാണ്. അപ്പോൾ ആ കുട്ടീനെ ഒറ്റയ്ക്കിടാതെ, അതായത് മാഗീനെ ഒറ്റയ്ക്കാക്കാതെ അദ്ദേഹം എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു രംഗമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, നൗ ജോ തോംസൺസ് വൈഫ് ഹു ഹാപ്പൻ ടു ബി ചൈൽഡ്ലെസ്. അപ്പോൾ ഇനി അടുത്താണ്, ഇപ്പം ആരാണ് ഇനി അടുത്ത പ്രശ്നം? ജോ തോംസന്റെ വൈഫുണ്ട്, അപ്പോൾ ജോയുടെ ഭാര്യയുണ്ട്, ഹു ഹാപ്പൻ ടു ബി ചൈൽഡ്ലെസ്. അപ്പോൾ അവർക്ക് മക്കളുണ്ടോ? മക്കളില്ല. വാസ് നോട്ട് എ വുമൻ ഓഫ് സെയിൻലി ടെമ്പർ, പക്ഷെ അവരെന്താണ് എന്ന് വെച്ചാൽ സെയിന്റ്, അതായത് വലിയ സെയിന്റ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ, പക്ഷെ എന്ന് വെച്ചാൽ അത് വിശുദ്ധന്മാരുടെ സ്വഭാവമൊന്നും കാണിക്കുന്നതല്ല, അത്ര ഭയങ്കര ഒരു ശാഠ്യക്കാരി പോലെയാണ്, എന്ന് വെച്ചാൽ ഭയങ്കര കൂടുതൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത എന്നുള്ളൊരർത്ഥം. നോർ മച്ച് ഗിവൻ ടു സെൽഫ് ഡെനിയൽ ഫോർ അതേഴ്സ് ഗുഡ്, അതായത് ബാക്കിയുള്ളവർ നല്ലതിന് വേണ്ടി ചെയ്യണം, അങ്ങനെ ത്യാഗം ചെയ്യണം, അതൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ഒരു സ്ത്രീയാണ്. ആൻഡ് ജോ ഹാഡ് വെൽ ഗ്രൗണ്ടഡ് ഡൗട്ട്സ് ടച്ചിങ് ദ മാനർ ഓഫ് ഗ്രീറ്റിംഗ് ഹി ഷുഡ് റിസീവ് ഓൺ ഹിസ് അറൈവൽ. അപ്പോൾ അദ്ദേഹം ജോ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഞാൻ ഈ മാഗിയുമായിട്ട് പോകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് എൻ്റെ വൈഫിൽ നിന്ന് എന്തൊക്കെ പ്രതികരണം കിട്ടും എന്നൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പോകുന്നത്. ജോ മിസ്സിസ് തോംസൺ സോ ഹിം അപ്രോച്ചിങ് ഫ്രം ദ വിൻഡോ. അപ്പോൾ മിസ്സിസ് തോംസൺ എന്ത് ചെയ്തു, അപ്പോൾ അങ്ങനെ അയാൾ നടന്ന് വീട്ടിലെത്തുക. അപ്പോൾ മിസ്സിസ് തോംസൺ എന്ന് വെച്ചാൽ തോംസന്റെ ഭാര്യ കണ്ടു, എന്നുവെച്ചാൽ ജനലിൽ നോക്കിയപ്പോൾ അതാ ഹസ്ബൻഡ് വരുന്നതായിട്ട് കണ്ടു. ആൻഡ് മെറ്റ് ഹിം എ ഫ്യൂ പേസസ് ഫ്രം ദ ഡോർ, അതായത് ഡോറിന്റെ കുറച്ച് ദൂരെ നിന്ന് തന്നെ അവൾ ഇങ്ങനെ ഭർത്താവിനെ കണ്ടു. ആസ് ഹി ഓപ്പൺ ദ ഗാർഡൻ ഗേറ്റ്, എന്നിട്ട് എന്ത് ചെയ്തു, അവള് ഗാർഡൻ ഗേറ്റ് അങ്ങ് തുറന്നു. ആൻഡ് കെയിം ഇൻ, എന്നിട്ട് അകത്തോട്ട് വന്നു. ഹി ബോർ എ പ്രിഷ്യസ് ബേർഡൻ, അപ്പോൾ അവൻ ഒരു വലിയൊരു പ്രിഷ്യസ് ബേർഡൻ, ഒരു വിലപിടിപ്പുള്ള ഒരു മൂല്യം, ഒരു വലിയ സാധനമായിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആൻഡ് ഹി ഫെൽറ്റ് ഇറ്റ് ടു ബി സോ. ഓക്കെ, അപ്പോൾ അയാൾക്ക് ഒരു വിലപിടിപ്പുള്ള വലിയ ഭാരവും താങ്ങി വരുന്നതായിട്ട് തോന്നി. അങ്ങനെ തന്നെ അപ്പോൾ ഹി ഫെൽറ്റ് ഇറ്റ് ടു ബി സോ. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ അവളൊരു വിലയേറിയ അല്ലെങ്കിൽ മൂല്യവത്തായ, അതായത് മാഗി എന്ന് പറയുന്ന ഒരു മൂല്യവത്തായ പെൺകുട്ടിയായിട്ട് തന്നെയാണ് ആർക്ക്, ജോക്ക് തോന്നിയത്. ഓക്കെ, ആസ് ഹിസ് ആംസ് ഹെൽഡ് ദ സിക്ക് ചൈൽഡ് ടു ഹിസ് ബോസം. അപ്പോൾ ബോസം എ സ്ഫിയർ ഓഫ് ടെൻഡർനെസ് വെന്റ് ഔട്ട് ഫ്രം ഹെർ ആൻഡ് പെനിട്രേറ്റഡ് ഹിസ് ഫീലിങ്സ്, എന്ന് വെച്ചാൽ അതായത് തൻ്റെ മാറോടണച്ച് അവൾ പിടിച്ചിരുന്ന ആ കുട്ടി, ആ രോഗിയായ കുട്ടിയിൽ നിന്ന് ഒരു അലിവ്, കരുണയുള്ള ഒരു നോട്ടം അദ്ദേഹത്തെ നോക്കിയപ്പോഴത്തേക്ക് അയാളുടെ വികാരങ്ങളിലേക്കും ആ ഒരു കരുണ എന്നുള്ളൊരു ഭാവം ഉണ്ടായി, തുളച്ചു കയറി എന്നാണ് പറയുന്നത്. എ ബോൺ ഹാഡ് ഓൾറെഡി കോൾഡഡ് ഇറ്റ് സെൽഫ് അറൌണ്ട് ദം ബോത്ത്. അങ്ങനെ അവർക്കിടയിൽ, അതായത് ആ കുഞ്ഞു കുട്ടിക്കും മാഗിക്കും ആ ജോക്കും ഇടയിൽ ഒരു പ്രത്യേക ഒരു ബന്ധം അവിടെ തന്നെ ഉടലെടുത്തു. ആൻഡ് ലവ് വാസ് സ്പ്രിങ്ങിങ് ഇൻ ടു ലൈഫ്, എന്ന് വെച്ചാൽ അതായത് ആ ഒരു സ്നേഹം തളിരിടുന്നു എന്നുള്ള ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടായി. അതായത് ഒരു മോളെ പോലെ നല്ല സ്നേഹത്തോടെ ഒരു പ്രത്യേക ഒരു ബോണ്ട്, അവർക്കിടയിൽ ഒരു ബന്ധം ഉണ്ടായി. ഓക്കെ, വാട്ട് ഹാവ് യു ദെയർ ഷാർപ്ലി ക്വസ്റ്റ്യൻ മിസ്സിസ് തോംസൺ. അപ്പോൾ നിന്റെ കയ്യിൽ ഇതെന്താണ് എന്ന് ജോയുടെ ഭാര്യ മിസ്സിസ് തോംസൺ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത്തിരി എങ്ങനെയാ ഷാർപ്ലി എന്ന് വെച്ചാൽ ക്രൂരമായിട്ട് ഇച്ചിരി കടുപ്പത്തിൽ തന്നെ ചോദിക്കുകയാണ്. ജോ ഫെൽറ്റ് ദ ചൈൽഡ് സ്റ്റാർട്ട് ആൻഡ് സ്ട്രിങ് അഗെയിൻസ്റ്റ് ഹിം. അപ്പോൾ ജോക്ക് അനുഭവപ്പെട്ടു, തോന്നി ദ ചൈൽഡ് സ്റ്റാർട്ട്. അപ്പോൾ കുട്ടി സ്റ്റാർട്ട് ആൻഡ് ഷ്രിങ്ക് അഗെയിൻസ്റ്റ് ഹിം, അതായത് കുട്ടി എന്ത് ചെയ്തു, പേടിച്ചിട്ടിങ്ങനെ അവൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ ചുരുങ്ങി വരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഹി ഡിഡ് നോട്ട് റിപ്ലൈ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവർക്ക് മറുപടി കൊടുത്തോ, ആ ചോദ്യത്തിന് മറുപടി കൊടുത്തോ? ഇല്ല, മറുപടി കൊടുത്തില്ല. എക്സെപ്റ്റ് ബൈ എ ലുക്ക്, എന്നിട്ട് ഒരു ലുക്ക്, ഒരു നോട്ടം കൊടുത്തു. ദാറ്റ് വാസ് പ്ലീഡിങ് ദ കോഷണറി ദാറ്റ് സെറ്റ്. അപ്പോൾ എന്നിട്ട് അതായത് ഒരു വാർണിംഗ് പോലെ, ഒരു കോഷൻ അല്ലെങ്കിൽ ഒരു വാർണിംഗ് പോലെ, അല്ലെങ്കിൽ ജാഗ്രത എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു നോട്ടം കൊടുത്തു. ഉത്തരവൊന്നും പറഞ്ഞില്ല, ഒരു നോട്ടം കൊടുത്തു. വെയിറ്റ് എ മൊമെന്റ് ഫോർ എക്സ്പ്ലനേഷൻ ആൻഡ് ബി ജെന്റിൽ. എങ്ങനെയാണ്, അതായത് ആ നോട്ടത്തെയുണ്ട്, അതായത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്, ഞാൻ വിവരിച്ചു തരാം എന്നുള്ള ഒരു സൗമ്യമായിട്ടുള്ള ഒരു നോട്ടോ അല്ലെങ്കിൽ ഒരു ജാഗ്രത എന്നുള്ള ഒരു നോട്ടം
കൊടുത്തു. ആൻഡ് പാസിംഗ് ഇൻ, എന്നിട്ട് എന്ത് ചെയ്തു, അകത്തോട്ട് കടന്നു പോയി. ഇൻ ക്യാരിഡ് മാഗി ടു എ സ്മോൾ ചാമ്പർ ഓൺ ദ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ചെറിയ റൂമിൽ മാഗിയെ കൊണ്ടുപോയി. ആൻഡ് ലെയ്ഡ് ഹെയർ ഓൺ ദ ബെഡ്, എന്നിട്ട് അവൾ എന്ത് ചെയ്തു, ബെഡിൽ കിടത്തി. ദെൻ പിന്നീട് സ്റ്റെപ്പിംഗ് ബാക്ക്, തിരിച്ചു വന്നപ്പോൾ തിരിച്ചിറങ്ങിയിട്ട് ഹി ഷട്ട് ദ ഡോർ, എന്നിട്ട് ഡോർ അടച്ചു. ആൻഡ് സ്റ്റുഡ് ഫേസ് ടു ഫേസ് വിത്ത് ദ വിനെഗർ ടെമ്പേർഡ് വൈഫ് ഇൻ ദ പാസ് വേ ഔട്ട് സൈഡ്. അപ്പോൾ അങ്ങനെ തിരിച്ച് പുറത്തോട്ട് ഇങ്ങനെ പാസ് ചെയ്ത് വന്നപ്പോൾ എന്റെ ഭാര്യയെ മുഖാമുഖം കണ്ടു. യു ഹാവൻ ബ്രോട്ട് ഹോം ദാറ്റ് സിക്ക് ബ്രാറ്റ്. Anger and astonishment were in the tones of Mrs. Joe Thompson. Her face was in a flame. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആ രോഗിയായ കുഞ്ഞിനെ നീ വീട്ടിലോട്ട് കൊണ്ടുവരണ്ടായിരുന്നു എന്നുള്ള അങ്ങനത്തുള്ള ഒരു ദേഷ്യത്തിലും ആങ്കർ ആൻഡ് അസ്റ്റോണിഷ്മെന്റ് വെയർ ഇൻ ദ ടോൺസ് ഓഫ് മിസസ് ജോ തോംസ്. അപ്പോൾ അവരുടെ മുഖത്ത് ദേഷ്യം, അതായത് ഇവരെ കൊണ്ടുവന്ന ആ മാഗിയെ കൊണ്ടുവന്നത് വൈഫിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അന്നത്തുള്ള രീതിയിൽ. ഹെർ ഫേസ് വാസ് ഇൻ എ ഫ്ലെയിം, അവളുടെ മുഖം എന്ന് വെച്ചാൽ ഒരു ഫ്ലെയിം, തീ കത്തിയ തീ പോലെ ഇങ്ങനെ ദേഷ്യം കൊണ്ട് ജ്വലിച്ച് നിൽക്കുമായിരുന്നു. ഐ തിങ്ക് വുമൻസ് ഹാർട്ട്സ് ആർ സംടൈം വെരി ഹാർഡ് സെഡ് ജോ. അപ്പോൾ ജോ ഇങ്ങനെ പറയാണ്, ചില സമയത്ത് ഈ പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ, ഹൃദയം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമാണ് എന്ന് ജോ മറുപടി പറയുന്നു. Usually, Joe Thompson got out of his wife's way or kept rigidly silent and non-combative when she fired upon any subject. അതായത് യൂഷ്വലി സാധാരണ എന്താ ഈ വൈഫ് എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ജോ ഒന്നും മിണ്ടാതെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത്തവണ എന്തുവാ, ഇറ്റ് വാസ് വിത്ത് സം സർപ്രൈസ് therefore that she now encountered a firmly set countenance and a resolute pair of eyes. അതായത് എന്ന് വെച്ചാൽ സാധാരണ അപ്പോൾ ഇങ്ങനെ ദേഷ്യം എന്തെങ്കിലും പറയുവാണെങ്കിൽ ഇവയാൾ എന്താണ് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് എന്ന് വെച്ചാൽ ഇപ്പം എന്ത് ചെയ്തു, അയാൾ ഇങ്ങനെ ഉറച്ച ഭാവം അങ്ങ് ഒരു കണ്ണുകളോടെ നിൽക്കുന്ന, അതായത് മറുപടിയൊക്കെ പറയുന്ന കണ്ടപ്പോൾ അവക്കും ഒരു അത്ഭുതം തോന്നി. അവളും ഇങ്ങനെ എന്തോ ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണ്. വുമൻസ് ഹാർട്ട്സ് ആർ നോട്ട് ഹാഫ് സോ ഹാർഡ് ആസ് മെൻസ്. അപ്പോൾ പറയാണ്, സ്ത്രീകളുടെ ഹൃദയം എന്ന് പറയുന്നത്, അതിൻ്റെ അർത്ഥം എന്താ, സ്ത്രീകളുടെ ഹൃദയം പുരുഷന്മാരുടെ ഹൃദയത്തിന്റെ പകുതി പോലും കഠിനമല്ല എന്നപ്പോൾ വൈഫ് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ജോ സോ ബൈ എ ക്വിക്ക് ഇൻഡ്യൂഷൻ ദാറ്റ് ഹിസ് റെസൊല്യൂട്ട് ബിയറിംഗ് ഹാഡ് ഇംപ്രസ്ഡ് ഹിസ് വൈഫ് ആൻഡ് ഹി ആൻസേർഡ് ക്വിക്ലി ആൻഡ് വിത്ത് റിയൽ ഇൻഡിഗ്നേഷൻ ബി ദാറ്റ് എസ് ഇറ്റ് മേ. അപ്പോൾ ജോ കണ്ടു, ജോ എന്താ മനസ്സിലാക്കി, ബൈ എ ക്വിക്ക് ഇൻഡ്യൂഷൻ, അതായത് പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ ദാറ്റ് ഹിസ് റെസൊല്യൂട്ട് ബിയറിംഗ് ഹാഡ് ഇംപ്രസ്ഡ് ഹിസ് വൈഫ്, അതായത് അയാൾ ഇങ്ങനെ പ്രതികരിച്ചത് അത് വൈഫിലൊരു ഇംപ്രസ് ആയി എന്നുള്ളത് അയാൾ കണ്ടിട്ട് ഹി ആൻസേർഡ് ക്വിക്ലി, അദ്ദേഹം പെട്ടെന്ന് ഉത്തരം പറയാണ്. ആൻഡ് വിത്ത് റിയൽ ഇൻഡിഗ്നേഷൻ, അതായത് ഇൻഡിഗ്നേഷൻ എന്ന് വെച്ചാൽ അമർഷം, ദേഷ്യം, അതായത് യഥാർത്ഥ ദേഷ്യത്തോടെ അയാൾ പറയാണ്, ബി ദാറ്റ് ആസ് ഇറ്റ് മേ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. എവറി വുമൻ അറ്റ് ദ ഫ്യൂണറൽ ടേൺ ഹർ ഐസ് സ്റ്റെഡ്ലി ഫ്രം ദ സിക്ക് ചൈൽഡ്സ് ഫേസ്. എന്നിട്ട് പറയാണ്, ആ സംസ്കാര ചടങ്ങിനുണ്ടായിരുന്ന എല്ലാ സ്ത്രീകളും ആ കുട്ടിയിൽ നിന്ന് കണ്ണ് പെട്ടെന്ന് എടുത്ത് മാറ്റുമായിരുന്നു. അതെന്ന് വെച്ചാൽ അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നടക്കുമായിരുന്നു. ആൻഡ് വെൻ ദ കാർഡ് വെൻഡ് ഓഫ്, എന്നിട്ട് എല്ലാ സ്ത്രീകളും ഈ സംസ്കാര ചടങ്ങ് കഴിഞ്ഞതോടെ വെൻഡ് ഓഫ് വിത്ത് ഹെർ ഡെഡ് മദർ, അവളുടെ ആ അമ്മയുടെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞ ഉടനെ എല്ലാ സ്ത്രീകളും പോയി. ഹറീഡ് അവേ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ദൂരെ പോയി. ആൻഡ് ലെഫ്റ്റ് ഹെർ അലോൺ ഇൻ ദാറ്റ് ഓൾഡ് ഹട്ട്, എന്നിട്ട് പറയാണ്, അവളെ പാവപ്പെട്ട ആ കുട്ടീനെ അവിടെ ആ കുടിലിൽ ഒറ്റയ്ക്കിട്ടിട്ട് പോയി. വിത്ത് ദ സൺ നോട്ട് ആൻ ഔർ ഇൻ ദ സ്കൈ എന്ന് വെച്ചാൽ, അതായത് ആ സൂര്യനെ ഉദിച്ചു നിൽക്കുന്ന ആ സമയമായപ്പോൾ തന്നെ എല്ലാവരും അവളെ ഇട്ടിട്ട് എല്ലാവരും അവരവരെ പാട്ടിന് പോയി എന്ന് ജോ പറയുവാണ്. വേവേ ജോൺ ആൻഡ് കേറ്റ് ആസ്ക് മിസ്സിസ് തോംസൺ. അപ്പോൾ മിസ്സിസ് തോംസൺ ചോദിക്കുകയാണ്, അപ്പോൾ ജോണും കേറ്റും എവിടെ, അതായത് ഇവളുടെ മൂത്ത സഹോദരൻ സഹോദരി അവരെവിടെ എന്ന് ഭാര്യ ചോദിക്കുകയാണ്. ഫാമർ ജോൺ സ്റ്റോസ് ജോൺ ഇൻ ടു ഹിസ് വാഗൺ ആൻഡ് ഡ്രോവ് ഓഫ്. എന്നിട്ട് അപ്പോൾ അയാൾ പറയാണ്, ഫാമർ ജോൺ, അതായത് ആ കൃഷിക്കാരനായ ജോണിനെ കൊണ്ടുപോയി, വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. കാറ്റി വെൻ ഹോം വിത്ത് മിസ്സിസ് എല്ലീസ്. അപ്പോൾ മിസ്സിസ് എല്ലീസ് അവളെ വീട്ടിൽ കൊണ്ടുപോയി. ബട്ട് നോബഡി വാണ്ടഡ് ദ പുവർ സീക്മൺ. പക്ഷെ ആർക്കും തന്നെ ഈ രോഗിയായ ഈ കുട്ടിയെ വേണ്ടായിരുന്നു. സെൻഡ് ഹെർ ടു ദ പുവർ ഹൗസ് വാസ് ദ ക്രൈ. അപ്പോൾ അവിടെ മൊത്തവും പറച്ചിലുണ്ടായിരുന്നു, അവളെ ഒരു അനാഥാലയത്തിൽ കൊണ്ടുവിട് എന്നായിരുന്നു അവിടുത്തെ മൊത്തവും കരച്ചിൽ എന്ന് പറഞ്ഞു. വൈ ഡിഡ്ന്റ് യു ലെറ്റ് ഹെർ ഗോ ദെൻ, വാട്ട് ഡിഡ് യു ബ്രിങ് ഹെർ ഹിയർ ഫോർ. അപ്പോൾ വൈഫ് ചോദിക്കണം, പിന്നെ അവളെ അങ്ങ് വിട്ടുകൂടെ, അവളെ അനാഥാലയത്തിൽ കൊണ്ടുപോയി കൂടായിരുന്നോ, പിന്നെ എന്തിനാ അവളെ ഇങ്ങ് കൊണ്ടുവന്നേ എന്ന് വൈഫ് ചോദിക്കുവാണ്.
അപ്പോൾ തിരിച്ചുള്ള റിപ്ലൈ ഇതെങ്ങനെയായിരുന്നു, ഷീ കാൺ വാക്ക് ടു ദ പുവർ ഹൗസ്, അവൾക്ക് ആ അനാഥാലയത്തിൽ നടന്നു പോകാൻ പറ്റില്ല സെഡ് ജോ. അപ്പോൾ ജോ പറയാണ് അവൾക്ക് നടന്നു പോകാൻ പറ്റില്ല, കാരണം അവൾ കിടരോഗിയാണ്, അവൾക്ക് നടന്നു പോകാൻ പറ്റില്ല. സംബഡീസ് ആം മസ്റ്റ് ക്യാരി ഹർ, ആരുടെയെങ്കിലും കരങ്ങൾ അവളെ എടുത്തു കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. ആൻഡ് മൈൻ ആർ സ്ട്രോങ് ഇനഫ് ഫോർ ദാറ്റ് ടാസ്ക്, എന്നിട്ട് എൻ്റെ കൈകൾക്ക് എന്തായാലും അവളെ എടുത്തുകൊണ്ട് അനാഥാലയത്തിൽ കൊണ്ടുപോകേണ്ട ശക്തിയുണ്ട് എന്ന് ആര് പറയുന്നു, ജോ പറയുന്നു. Then why didn't you keep on? Why did you stop here? Demanded the wife. അപ്പോൾ വൈഫ് ഇങ്ങനെ പറയുകയാണ്, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല, പിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ, ഇവിടെ എന്തിനാ നിർത്തിയേ എന്ന് വൈഫ് ഇങ്ങനെ പറയുവാണ്. ഓക്കെ, then എന്താണ്, ബിക്കോസ് ഐ ആം നോട്ട് ആപ്റ്റ് ടു ഗോ ഓൺ ഫൂൾസ് എറാൻഡ്സ്. അപ്പോൾ പറയണ എന്തെന്ന് വെച്ചാൽ ഞാൻ അത്ര മണ്ടനൊന്നും അല്ല, ബാക്കിയുള്ളവരെ പോലെ മണ്ടനല്ല. ദ ഗാർഡിയൻസ് മസ്റ്റ് ഫസ്റ്റ് ബി സീൻ. അപ്പോൾ ആദ്യം ഒരു കുട്ടി അനാഥാലയത്തിലാക്കണമെങ്കിൽ ആദ്യം അവർ ഗാർഡിയനെ കാണണം. ആൻഡ് എ പെർമിറ്റ് ഒബ്റ്റെയിൻഡ്, എന്നിട്ട് പെർമിറ്റ് ഒക്കെ എടുക്കണം, എന്നാലേ ഒരു കുട്ടി അനാഥാലയത്തിലാക്കാൻ പറ്റൂ. ദർ വാസ് നോ ഗെയിൻ സേയിങ് ദിസ്, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന്. വെൻ വിൽ യു സീ ദ ഗാർഡിയൻസ് was asked with irrepressible impatience. അപ്പോൾ പറയാണ് അവളിങ്ങനെ എന്താ അടക്കാനാവാത്ത ക്ഷമയോടെ അവൾ ചോദിക്കണേ, എപ്പോഴാണ് നീ ഗാർഡിയൻസിനെ കാണുന്നത് എന്ന് ആര്, വൈഫ് ഇങ്ങനെ അടക്കാനാവാത്ത ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറയണേ, ടുമോറോ, നാളെ ഞാൻ കാണും എന്ന് പറഞ്ഞു. വൈ പുട്ട് ഇറ്റ് ഓഫ് ടിൽ ടുമോറോ, ഗോ അറ്റ് വൺസ് ഫോർ ദ പെർമിറ്റ് ആൻഡ് ഗെറ്റ് ദ ഹോൾ തിങ് ഓഫ് യുവർ ഹാൻഡ്സ് ടു നൈറ്റ്. അപ്പോൾ പറയാണ് എന്തിനാ ഇനി നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്, ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ന് രാത്രിത്തേക്കുള്ള ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് തീർക്ക് എന്ന് വൈഫ് പറയാണ്. Jane said the wheelwright with an impressiveness of tone that greatly subdued his wife. I read in the Bible sometimes and find much said about little children. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ, അതായത് ജെയിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട്, ഭാര്യയെ വിളിച്ചിട്ട് ഒരു ഗൗരവമുള്ള ഒരു ശബ്ദത്തിൽ ഇങ്ങനെ ഈ സെറ്റ് ദ വീൽ റൈറ്റ്, അതായത് ഈ വണ്ടിന്റെ ചക്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അയാളിങ്ങനെ ജെയിൻ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയണേ വിത്ത് ആൻ ഇംപ്രസീവ്നെസ് ഓഫ് ടോൺ ദാറ്റ് ഗ്രേറ്റ്ലി സബ്ഡ്യൂഡ് ഹിസ് വൈഫ്, എന്ന് വെച്ചാൽ ഈ ഭാര്യയെ ഇങ്ങനെ വളരെ ശാന്തയാക്കുന്ന ഗൗരവമായ ശബ്ദത്തിൽ ഇങ്ങനെ പറയുവാണ്. ഐ റെഡ് ഇൻ ദ ബൈബിൾ സംടൈംസ്, ഞാൻ ബൈബിളിൽ ചിലപ്പോഴൊക്കെ വായിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈൻഡ് മച്ച് സെഡ് അബൌട്ട് ലിറ്റിൽ ചിൽഡ്രൻ, അപ്പോൾ ബൈബിളിൽ ഈ കൊച്ചു കുട്ടികളെ കുറിച്ചുള്ള പറയുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് കൊച്ചു കുട്ടികളെ കുറിച്ച് അതിൽ ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്, അത് കേട്ടിട്ടുണ്ട് എന്ന് ബൈബിൾ വായിക്കാറുണ്ടെന്നൊക്കെ ഇങ്ങനെ ജോ പറയുവാണ്. Now it is a small thing for us to keep this poor motherless little one for a single night. അപ്പോൾ പറയാം, ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യമാണ്, ഈ അമ്മയില്ലാത്ത ഈ കുട്ടിയെ ഒരു രാത്രിത്തേക്ക് ഇവിടെ നിർത്തുന്ന ഒരു ചെറിയ കാര്യമാണ്. ടു ബി കൈൻഡ് ടു ഹർ ഫോർ എ സിംഗിൾ നൈറ്റ്, നീ അന്ന് അവളോട് ഒരു ദയായിട്ട് ഒറ്റ ദിവസം, ഈ ഒരു രാത്രി നീ ഒന്ന് ദയ കാണിക്കുക അതിനോട്. ടു മേക്ക് ഹർ ലൈഫ് കംഫർട്ടബിൾ ഫോർ എ സിംഗിൾ നൈറ്റ്. അപ്പോൾ ഈ ഒരൊറ്റ ദിവസം അവളുടെ ജീവിതം അവളുടെ ഒരു ദിവസം അവൾക്കൊരു കംഫർട്ടബിൾ കൊടുക്ക്, അല്ലെങ്കിൽ അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്നാണ് അവിടെ പറയുന്നത്. ദ വോയിസ് ഓഫ് ദ സ്ട്രോങ് റഫ് മാൻ ഷൂക്ക്. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും ദ വോയിസ് ഓഫ് റഫ് എന്ന് വെച്ചാൽ ആ സ്ട്രോങ്, അതായത് ശക്തനും ആ പരിക്കനുമായ അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ഇടറി. ആൻഡ് ഹി ടേൺ ഹിസ് ഹെഡ് അവേ, എന്നിട്ട് അയാളുടെ തല ഒന്ന് അങ്ങോട്ട് തിരിച്ചു, അതായത് നേരെ നിന്നെടുത്തുനിന്ന് ഒന്ന് തിരിച്ചു നിന്ന കാര്യം പറയാം. സോ ദാറ്റ്, അതുകൊണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്തത്, ദ മോയ്സ്ചർ ഇൻ ഹിസ് ഐസ് മൈറ്റ് നോട്ട് ബി സീൻ, അതായത് നേരെ നിന്ന് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ പറയുമ്പോൾ അവന്റെ കണ്ണുകളിലെ കണ്ണുനീര് കാണും, അതുകൊണ്ട് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തല തിരിച്ചു പിടിച്ചു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. മിസ്സിസ് തോംസൺ ഡിഡ് നോട്ട് ആൻസർ. അപ്പൊ മിസ്സിസ് തോംസൺ അവക്കും ഉത്തരവൊന്നും പറയാൻ പറ്റില്ല. ബട്ട് എ സോഫ്റ്റ് ഫീലിംഗ് ക്രെപ്റ്റ് ഇൻ ടു ഹർ ഹാർട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു ചെറിയൊരു മൃദുവായ ഒരു ഭാവം ഉണ്ടായി, ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായി. ലുക്ക് അറ്റ് ഹെർ കൈൻഡ്ലി ജെയിൻ, എന്നിട്ട് പറയാണ് നീ ദയോടെ ജെയിൻ എന്ന് പറഞ്ഞ വൈഫിൻ്റെ പേരാണ്. അപ്പോൾ ജെയിൻ, നീ ആ കുട്ടീനെ ഒന്ന് ദയോടെ ഒന്ന് നോക്കി നോക്ക്. സ്പീക്ക് ടു ഹെർ കൈൻഡ്ലി, എന്നിട്ട് അവളോടൊന്ന് ദയോടെ സംസാരിക്കുക. സെഡ് ജോ. അപ്പോൾ ജോ ഇങ്ങനെ പറഞ്ഞു, തിങ്ക് ഓഫ് ഹെർ ഡെഡ് മദർ, ഒന്ന് അവളുടെ മരിച്ചുപോയ അമ്മയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ആൻഡ് ദ ലോൺലിനെസ്, അവളുടെ ഏകാന്തതയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ദ പെയിൻ, വേദന, ദ സോറോ, വിഷമം, ദാറ്റ് മസ്റ്റ് ബി ഓൺ ഓൾ ഹെർ കമ്മിങ് ലൈഫ്. ഇതെല്ലാം അവളുടെ ജീവിതത്തിൽ, ഇനി അങ്ങോട്ട് അവളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏകാന്തത, വിഷമം, ദുഃഖം, അതെല്ലാം കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ദ സോഫ്റ്റ്നെസ് ഓഫ് ഹിസ് ഹാർട്ട് ഗേവ് അൺവോണ്ടഡ് എലോക്വൻസ് ടു ഹിസ് ലിപ്സ്. അപ്പോൾ അയാളുടെ ഹൃദയത്തിൽ ആ ഒരു ആർദ്രത അയാളുടെ വാക്കുകൾക്ക് അപൂർവമായ ഒരു ഭംഗി നൽകി.
മിസ്സിസ് തോംസൺ ഡിഡ് നോട്ട് റിപ്ലൈ. അപ്പം മിസ്സിസ് തോംസൺ ഭാര്യ ഒന്നും റിപ്ലൈ ഒന്നും കൊടുത്തില്ല, ഉത്തരവൊന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. ബട്ട് പ്രസന്റ്ലി ടേൺ ടുവേർഡ്സ് ദ ലിറ്റിൽ ചാമ്പർ വെയർ ഹർ ഹസ്ബൻഡ് ഹാഡ് ഡെപ്പോസിറ്റഡ് മാഗി. അപ്പം എന്താ, അവര് റിപ്ലൈ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പ്രസന്റ്ലി ടേൺ ടുവേർഡ്സ്, അവൾ എന്ത് ചെയ്തു, ഒന്ന് തിരിഞ്ഞു, ടേൺ ടുവേർഡ്സ് തിരിഞ്ഞു, ദ ലിറ്റിൽ ചാമ്പർ, അതായത് ആ ചെറിയ മുറിയിലിട്ട്, അതായത് ആ വേർ ഹർ ഹസ്ബൻഡ്, അവളുടെ ഹസ്ബൻഡ് ഡെപ്പോസിറ്റഡ് മാഗിയെ കൊണ്ടു കിടത്തിയ ആ റൂമിലോട്ടൊന്ന് തിരിഞ്ഞു. പുഷിങ് ഓപ്പൺ ദ ഡോർ, എന്നിട്ട് ആ ഡോർ ഒന്ന് തള്ളി തുറന്നു. വെൻ ക്വയറ്റ്ലി ഇൻ, എന്നിട്ട് പതുക്കെ ഒന്ന് അകത്തോട്ട് പോയി. ജോ ഡിഡ് നോട്ട് ഫോളോ, ജോ എന്ത് ചെയ്ത് അവളെ പിന്തുടർന്ന് പോയോ? ഇല്ല. ഹി സോ ദാറ്റ്, അവൻ കണ്ടു ഇവളങ്ങനെ തുറന്നു പോകുന്നത്. ഹെർ സ്റ്റേറ്റ് ഹാഡ് ചേഞ്ച്, അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ആ ജോയ്ക്ക് മനസ്സിലായി, തൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ അവൾക്ക് മാറ്റമുണ്ട്, അവളുടെ നേരത്തുള്ള അവസ്ഥയിൽ നിന്നിപ്പോൾ ഒരു മാറ്റം ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്ത് ചെയ്തു? ആൻഡ് ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വുഡ് ബി ബെസ്റ്റ് ടു ലീവ് ഹെർ അലോൺ വിത്ത് എ ചൈൽഡ്. അപ്പോൾ അദ്ദേഹം കരുതി ആ പെൺകുട്ടിയുടെ കൂടെ ഇവള് കുറച്ചു നേരം ഒന്ന് ഇരിക്കുന്നത് നല്ലതായിരിക്കും, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കാം എന്നുള്ളത്. സോ ഹി വെൻ ടു ഹിസ് ഷോപ്പ്, അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കടയിലോട്ട് പോയി. അതായത് ഇവർക്ക് തമ്മിൽ പരസ്പരം സംസാരിക്കാൻ ഒരു സമയം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നത്. വിച്ച് സ്റ്റുഡ് നിയർ ദ ഹൗസ്, അപ്പൊ അദ്ദേഹത്തിന്റെ കട എന്ന് പറഞ്ഞാൽ അവിടെ വീടിന്റെ അടുത്ത് തന്നെയാണ്, അങ്ങോട്ട് പോയി. ആൻഡ് വാക്ക്ഡ് അണ്ടിൽ ഡസ്കി ഈവനിങ് റിലീസ്ഡ് ഹിം ഫ്രം ലേബർ, എന്നിട്ട് കുറേ നേരം വൈകുന്നേരം വരെ അദ്ദേഹം വൈകുന്നേരം എന്ന് വെച്ചാൽ ഒരു ഇരുട്ടുന്ന വരെയൊക്കെ അയാൾ ജോലി ചെയ്യും, സന്ധ്യ മയങ്ങി ഇരുട്ടുന്ന വരെ അയാൾ ജോലി ചെയ്തു അവിടെ. എന്ന് വെച്ചാൽ അവർക്ക് തമ്മിൽ അവർ തമ്മിൽ സംസാരിച്ച് തീർക്കാൻ വേണ്ടി, സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവളുടെ മനസ്സലിഞ്ഞാലോ എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. എ ലൈറ്റ് ഷൈനിങ് ത്രൂ ദ ലിറ്റിൽ ചാമ്പർ വിൻഡോസ് വാസ് ദ ഫസ്റ്റ് ഒബ്ജക്ട് ദാറ്റ് അട്രാക്റ്റഡ് ജോസ് അറ്റൻഷൻ ഓൺ ടേണിംഗ് ടുവേർഡ്സ് ദ ഹൗസ്. അപ്പോൾ അദ്ദേഹം വീടിൻ്റെ അടുത്ത് തന്നെ കടയാണ്, അപ്പോൾ ആ കടയിൽ നിന്ന്, ആ ഷോപ്പിൽ നിന്ന് അയാൾ ഇങ്ങനെ വീട്ടിലോട്ട് നോക്കിയപ്പോൾ എന്താ കണ്ടേ? എ ലൈറ്റ് ഷൈനിങ് ത്രൂ ദ ലിറ്റിൽ ചാമ്പർ, ആ റൂമിൽ, അതായത് ആ മാഗി കിടന്ന റൂമിൽ നിന്ന് ഒരു വെളിച്ചം തിളങ്ങുന്നത് കണ്ടു. വിൻഡോസ് വാസ് ദ ഫസ്റ്റ് ഒബ്ജക്ട് ദാറ്റ് അട്രാക്റ്റഡ് ജോസ് അറ്റൻഷൻ, അപ്പോൾ ജോയുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച ആ ഒരു വെളിച്ചമാണ്. ഓക്കെ, ഇറ്റ് വാസ് എ ഗുഡ് ഓമൻ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എന്താണ്, ഒരു നല്ല ഒരു ഓമൻ എന്ന് പറഞ്ഞ ലക്ഷണം, അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു നല്ല ലക്ഷണമായിരുന്നു എന്നാണ്. ദ പാത്ത് ലെഡ് ഹിം ബൈ ദീസ് വിൻഡോസ്, അപ്പോൾ അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ആ വിൻഡോസിൻ്റെ അങ്ങോട്ട് അയാളെ നയിച്ചു. ബൈ ദീസ് വിൻഡോസ് വെൻ ഓപ്പോസിറ്റ് ഹി കുഡ് നോട്ട് ഹെൽപ്പ് പോസിങ് ടു ലുക്ക് ഇൻ, ഇറ്റ് വാസ് നൗ ഡാർക്ക്, എന്ന് വെച്ചാൽ അവിടെ ഇനഫ് ഔട്ട്സൈഡ് ടു സ്ക്രീൻ ഹിം ഫ്രം ഒബ്സർവേഷൻ. അപ്പോൾ പുറത്തുനിന്ന് വെച്ചാൽ നല്ല ഇരുട്ടൊക്കെ വീണിരുന്നു, അപ്പോൾ അയാൾക്ക് അവിടെ നിന്ന് നിരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നില്ല. എന്നാലും അയാൾ നോക്കിയപ്പോൾ എന്താ കാണുന്നത്, മാഗി കിടക്കുവാണ്. എ ലിറ്റിൽ റേസ്ഡ് ഓൺ ദ പില്ലോ വിത്ത് ദ ലാമ്പ് ഷൈനിങ് ഫുൾ അപ്പോൺ ഹെർ ഫേസ്. അപ്പോൾ എന്താ, ഈ തലയിണയുടെ മുകളിൽ അവൾ ഇങ്ങനെ തല ഉയർത്തി വെച്ച് കിടക്കുന്നുണ്ട്, പിന്നെ ഈ ലാമ്പിന്റെ പ്രകാശം വന്ന് അവളുടെ മുഖത്തോട്ടാണ് അടിക്കുന്നത്. മിസ്സിസ് തോംസൺ വാസ് സിറ്റിംഗ് ബൈ ദ ബെഡ്, അപ്പോൾ ആ ബെഡിൽ മിസ്സിസ് തോംസണും ഇരിപ്പുണ്ട്. ടോക്കിംഗ് ടു ദ ചൈൽഡ്, ആ കുട്ടിയോട് മാഗിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ബട്ട് ഹെർ ബാക്ക് വാസ് ടുവേർഡ്സ് ദ വിൻഡോ, പക്ഷെ ആ ജനലിൽ നോക്കുമ്പോൾ അവളുടെ ബാക്ക് ഭാഗമേ കാണത്തുള്ളൂ. അപ്പോൾ എന്താണ് പറയുന്നത്, മുഖഭാവം എങ്ങനെയാണെന്നോ അദ്ദേഹത്തിന് മനസ്സിലാവില്ല. സോ ദാറ്റ് ഹെർ കൗണ്ടനൻസ് വാസ് നോട്ട്സ്, അപ്പോൾ അവൾ എന്താണ് പറയുന്നത്, അതായത് ഈ ജനലിൽ നോക്കുമ്പോൾ അവളുടെ ബാക്ക് സൈഡാണ് കാണുന്നത്, അപ്പോൾ അവളുടെ മുഖഭാവം എന്താണെന്നോ, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് പറയുന്നതെന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റൂല. ഫ്രം മാഗീസ് ഫേസ് ദെയർഫോർ ജോ മസ്റ്റ് റീഡ് ദ ക്യാരക്ടർ ഓഫ് ദെയർ കോൺവെർസേഷൻ. അപ്പോൾ ആ മാഗിയുടെ മുഖത്തുള്ള ആ ഭാവങ്ങൾ വെച്ചിട്ട് മനസ്സിലാക്കാം അവിടെ എന്ത് സംഭാഷണമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, He saw that her eyes were intently fixed upon his wife. അപ്പോൾ അദ്ദേഹം അവിടെ നോക്കിയപ്പോൾ, ജനലിൽ കൂടെ നോക്കിയപ്പോൾ മനസ്സിലായി, ഈ മാഗിയുടെ കണ്ണുകൾ എന്ന് വെച്ചാൽ ഫിക്സ് ചെയ്ത് എങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, അതായത് വൈഫിൻ്റെ കണ്ണുകളിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് നൗ ആൻഡ് ദെൻ എ ഫ്യൂ വേർഡ്സ് കെയിം, എന്ന് വെച്ചാൽ പിന്നീട് എന്താണ് അവളുടെ അതിനുശേഷം അവൾ ഇങ്ങനെ ഓരോ നോട്ടം കഴിയുമ്പോൾ അവളുടെ ചുണ്ടുകൾ അനങ്ങുന്നു, എന്ന് വെച്ചാൽ എന്തൊക്കെയോ മറുപടി കൊടുക്കുന്ന തരത്തിലാണ് അവിടെ പറയുന്നത്. ദാറ്റ് ഹെർ എക്സ്പ്രഷൻ വാസ് സാഡ് ആൻഡ് ടെൻഡർ. അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ, അവളുടെ ആ മുഖത്തുള്ള ആ മറുപടി കൊടുക്കുമ്പോഴുള്ള അവളുടെ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ദുഃഖവും ആർദ്രത നിറഞ്ഞതുമാണ്. ബട്ട് ഹി സോ നത്തിങ് ഓഫ് ബിറ്റർനെസ് ഓഫ് പെയിൻ, എന്ന് വെച്ചാൽ പക്ഷെ അവിടെ അവളെ വേദനപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അവൾക്ക് കൈപ്പേറിയ അനുഭവം തരുന്നതോ ഒന്നുമല്ല, എന്തോ അവളുടെ വിഷമത്തോടെ പറയുന്ന പോലെ തോന്നും. എ ഡീപ് ഡ്രോൺ ബ്രെത്ത് was followed by one of relief as weight lifted itself from his heart. അപ്പോൾ അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് ഒരു വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നി. ഒരു ദീർഘനിശ്വാസമൊക്കെ ഇട്ടതിന് ശേഷം അയാൾക്ക് ഒരു ആശ്വാസം തോന്നി. കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി അവർ തമ്മിൽ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്, അല്ലാതെ പ്രശ്നമോ ഒന്നും അല്ലെന്ന് ആ ഒരു ഫസ്റ്റ് വ്യൂവിൽ അയാൾക്ക് മനസ്സിലായി. ഓൺ എൻറ്ററിങ്, അപ്പോൾ ഇനി പ്രവേശിച്ചു. അപ്പോൾ ഇനി ജോ എന്താണ്, വീട്ടിനകത്തോട്ട് കിടക്കുവാണ്. ജോ ഡിഡ് നോട്ട് ഗോ ഇമ്മീഡിയറ്റ്ലി ടു ദ ലിറ്റിൽ ചാമ്പർ. അപ്പോൾ ജോ എന്ത് ചെയ്തു, ഉടൻ തന്നെ ആ ഒരു കുഞ്ഞു മുറിയിൽ, അവരുടെ മുറിയിലോട്ട് അങ്ങ് കയറിച്ചില്ല. ഹിസ് ഹെവി ട്രെഡ് അബൌട്ട് ദ കിച്ചൺ ബ്രോട്ട് ഹിസ് വൈഫ് സംവാട്ട് ഹർഡ്ലി ഫ്രം ദ റൂം
വേർ ഷീ ഹാഡ് ബീൻ വിത്ത് മാഗി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, അവിടെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ കിച്ചണിൽ നിന്ന് അയാൾ നടക്കുന്ന ശബ്ദമൊക്കെ കിട്ടും. അപ്പോൾ ഈ കാലടി ശബ്ദം, അയാൾ നടക്കുന്ന ആ ശബ്ദമൊക്കെ കേട്ടപ്പോൾ എന്ത് ചെയ്തു, മാഗിയുടെ റൂമിൽ നിന്ന് വൈഫ് തിരിച്ചറിഞ്ഞ് പുറത്തോട്ട് വരുവാണ്. ജോ തോട്ട് ഇറ്റ് ബെസ്റ്റ് നോട്ട് ടു റിഫർ ടു ദ ചൈൽഡ്. അപ്പോൾ ജോ വിചാരിച്ച എന്താണ്, ഇപ്പം ഈ കുട്ടിയെക്കുറിച്ചൊന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന്. നോട്ട് ടു മാനിഫെസ്റ്റ് എനി കൺസേൺ ഇൻ റിഗാർഡ് ടു ഹെർ. അപ്പോൾ അവളെക്കുറിച്ചുള്ള ആശങ്കകളൊന്നും ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം ചിന്തിച്ചു. ഹൗ സൂൺ വിൽ സപ്പർ ബി റെഡി ഹി ആസ്ക്. എന്നിട്ട് പറഞ്ഞു, അത്താഴം, സപ്പർ എന്ന് വെച്ചാൽ നമ്മൾ രാത്രി കഴിക്കുന്ന ഫുഡ്. അപ്പോൾ അത്താഴം എപ്പോൾ ശരിയാവും, അല്ലെങ്കിൽ നമ്മൾ രാത്രി ഭക്ഷണം എപ്പോൾ റെഡിയാവും എന്ന് അദ്ദേഹം ചോദിച്ചു. റൈറ്റ് സൂൺ, ഇപ്പം തന്നെ ശരിയാവും, ആൻസേർഡ് മിസ്സിസ് തോംസൺ ബിഗിനിങ് ടു ബസിൽ അബൌട്ട്. എന്ന് വെച്ചാൽ അത്ര ദേഷ്യമൊന്നും അല്ലാതെ അവൾ ഇപ്പം ശരിയാവും എന്നങ്ങ് സമാധാനത്തിൽ തന്നെ പറയുന്നു. ദർ വാസ് നോ ആസ്പെരിറ്റി ഇൻ ഹെർ വോയിസ്. അതായത് അവളുടെ ശബ്ദത്തിൽ ഒരു ദേഷ്യമൊന്നും ഇല്ലാത്ത ഒരു ശബ്ദമാണ് അവൾ പറയുന്നത്. എന്ന് വെച്ചാൽ അതെല്ലാം നോർമൽ പോലെയാണ് അവളും സംസാരിക്കുന്നത്. ആഫ്റ്റർ വാഷിംഗ് ഫ്രം ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫേസ് ദ ഡസ്റ്റ് ആൻഡ് സോയിൽ ഓഫ് വർക്ക്, ജോ ലെഫ്റ്റ് ദ കിച്ചൺ ആൻഡ് വെന്റ് ടു ദ ലിറ്റിൽ ബെഡ്റൂം. ഓക്കെ, അപ്പോൾ അവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ കയ്യിലെ മുഖത്തെയും പൊടിയും മണ്ണും പിന്നെ ജോലിയുടെ അതെല്ലാം അഴുക്കുകളെല്ലാം കഴുകിക്കളഞ്ഞതിന് ശേഷം ആ കിച്ചണിൽ നിന്ന് ജോ പോയി. എന്നിട്ട് ആ കുഞ്ഞ് ബെഡ്റൂമിലോട്ട് പോയി. എ പെയർ ഓഫ് ലാർജ് ബ്രൈറ്റ് ഐസ് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിം ഫ്രം ദ സ്നോയി ബെഡ്. അപ്പോൾ ആ സ്നോയി ബെഡ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് പോലെ പുതപ്പിച്ച്, അതായത് നല്ല മെത്തൊക്കെ വിരിച്ചിട്ടുള്ള ആ ബെഡിൽ നിന്ന് 2 ബ്രൈറ്റ് ഐസ്, നല്ല ശോഭയുള്ള കണ്ണുകൾ അദ്ദേഹത്തിനോട്ട് നോക്കി. ടെൻഡർലി, ഗ്രേറ്റ്ഫുള്ളി, പ്ലീഡിംഗ്ലി. എന്ന് വെച്ചാൽ എന്താണ്, ടെൻഡർലി. അപ്പോൾ എങ്ങനെയാണ് നോക്കിയത്, ടെൻഡർലി, ഗ്രേറ്റ്ഫുള്ളി, പ്ലീഡിംഗ്ലി. എന്ന് വെച്ചാൽ ടെൻഡർലി എന്ന് വെച്ചാൽ സ്നേഹത്തോടെ, ഗ്രേറ്റ്ഫുള്ളി നന്ദിയോടെ, പ്ലീഡിംഗ്ലി എന്ന് വെച്ചാൽ ഒരു അപേക്ഷയോടും കൂടെ ആ 2 കണ്ണുകൾ തുറച്ച് നോക്കുമായിരുന്നു. ഹൗ ഹിസ് ഹാർട്ട് സ്വെൽഡ് ഇൻ ഹിസ് ബോസം. അപ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞു തുളുമ്പി എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, വിത്ത് വാട്ട് എ ക്വിക്കർ മോഷൻ കെയിം ദ ഹാർട്ട് ബീറ്റ്സ്. അപ്പോൾ ഈ കുട്ടിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ കുഞ്ഞു മകളെ കാണുമ്പോൾ ഈ ഹാർട്ട് ബീറ്റ്സിൽ എത്രമാത്രം വേഗത ഉണ്ടാകുന്നു. ജോ സാറ്റ് ഡൗൺ. ജോ എന്ത് ചെയ്തു, അവിടെ ഇരുന്നു. ആൻഡ് നൗ, ഇപ്പോൾ ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് എക്സാമിൻ ദ തിൻ ഫ്രെയിം കെയർഫുള്ളി അണ്ടർ ദ ലാമ്പ് ലൈറ്റ്. അതായത് ആ ഒരു മെലിഞ്ഞ ആ ശരീരമുള്ള ആ കുട്ടി ഇങ്ങനെ ശ്രദ്ധയോടുകൂടെ ഇങ്ങനെ നോക്കുകയാണ്, പരിശോധിച്ച് നോക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ലാമ്പ് ലൈറ്റിൻ്റെ ഹെൽപ്പോടെ കൂടെ. സോ ദാറ്റ് ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് ഫേസ്. അപ്പോഴാണ് കാണുന്നത് ഇതൊരു നല്ല ആകർഷണമുള്ള മുഖമാണ്. ആൻഡ് ഫുൾ ഓഫ് ചൈൽഡിഷ് സ്വീറ്റ്നെസ് വിച്ച് സഫറിങ് ഹാഡ് നോട്ട് ബീൻ ഏബിൾ ടു ഒബ്ലിറ്ററേറ്റ്. ഓക്കെ, അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ആ മുഖം മൊത്തം നല്ല ഭംഗിയാണ്, പിന്നെ അട്രാക്റ്റീവാണ്, നല്ല നിഷ്കളങ്കവും കുട്ടിത്വവും മധുരവും ഉള്ള, പക്ഷേ അതേസമയം ഒരുപാട് സഫർ ചെയ്യുന്നത്, ഒരുപാട് കഷ്ടപ്പാടുകൾ മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു ബാല്യകാലത്തിൻ്റെ മുഖമാണ് അതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. യുവർ നെയിം ഈസ് മാഗി. നിന്റെ പേര് മാഗി എന്നാണോ? ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. ആസ് ഹി സാറ്റ് ഡൗൺ ആൻഡ് ടുക്ക് ഹെർ സോഫ്റ്റ് ലിറ്റിൽ ഹാൻഡ് ഇൻ ഹിസ്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് അവളുടെ കുഞ്ഞ് കൈ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് എടുത്തിട്ട് പറയാണ്, നിന്റെ പേര് മാഗി എന്നാണോ എന്ന് ചോദിച്ചു. യെസ് സാർ. അപ്പോൾ അവൾ പറയാണ്, അതെ സാർ. ഹർ വോയിസ് സ്ട്രക്ക് എ കോർഡ് ദാറ്റ് ക്യൂവേഡ് ഇൻ എ ലോ സ്ട്രെയിൻ ഓഫ് മ്യൂസിക്. അപ്പോൾ അതായത് അവളുടെ ആ ശബ്ദം ഒരു താഴ്ന്ന സംഗീതം പോലെ, നമ്മുടെ സ്ട്രിങ്, അതായത് ഒരു സംഗീത സാന്ദ്രമായ ഒരു ഈണം പോലെ അയാളുടെ ഹൃദയത്തിൽ തട്ടി. ഹാവ് യു ബീൻ സിക്ക് ലോങ്? അപ്പോൾ ചോദിക്കുകയാണ്, നീ കുറേ നാൾ കൊണ്ടേ രോഗിയായിട്ട് കിടക്കുവാണോ? അപ്പോൾ വീണ്ടും ആ കുട്ടി പറയാണ്, യെസ് സാർ, അതെ സാർ. വാട്ട് എ സ്വീറ്റ് പേഷ്യൻസ് വാസ് ഇൻ ഹെർ ടോൺ. അപ്പോൾ എന്ന് വെച്ചാൽ അവളുടെ ആ ഒരു ടോണിൽ, അതായത് അവളുടെ ആ ശബ്ദത്തിൽ ഭയങ്കര ക്ഷമയാണ് കാണാൻ പറ്റുന്നത്. ഹാസ് ദ ഡോക്ടർ ബീൻ ടു സീ യു? എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഡോക്ടർ നിന്നെ കാണാൻ വന്നിട്ടുണ്ടോ? അപ്പോൾ പറയാണ്, ഹി യൂസ്ഡ് ടു കം. അദ്ദേഹം വരുമായിരുന്നു. ബട്ട് നോട്ട് ലേറ്റ്ലി. നോ സാർ. അദ്ദേഹം വരാറുണ്ടായിരുന്നു, പക്ഷെ അടുത്ത കാലത്തായിട്ടൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ എന്ന് പറഞ്ഞു. ഹാവ് യു എനി പെയിൻ? അപ്പോൾ നിനക്ക് എന്തെങ്കിലും വേദനയുണ്ടോ? അപ്പോൾ കുട്ടി പറയാണ്, സം ടൈംസ് ബട്ട് നോട്ട് നൗ. ചിലപ്പോഴൊക്കെ, പക്ഷെ ഇപ്പം ഇല്ല എന്ന് പറഞ്ഞു. വെൻ ഹാഡ് യു പെയിൻ? അപ്പോൾ എപ്പോഴാണ് നിനക്ക് പെയിൻ ഉണ്ടായിരുന്നത്, അതായത് വേദന ഉണ്ടായിരുന്നത്? അപ്പോൾ പറയാണ്, ദിസ് മോർണിംഗ് മൈ സൈഡ് ആക്ട് ആൻഡ് മൈ ബാക്ക് ഹേർട്ട് വെൻ യു ക്യാരിഡ് മീ. അപ്പോൾ പറയണ, ഇന്ന് രാവിലെ എനിക്ക് ഈ സൈഡിലൊരു വേദന ഉണ്ടായിരുന്നു, പിന്നെ ഇന്ന് നിങ്ങളിങ്ങനെ വീട്ടിലോട്ട് വരാൻ വേണ്ടി എന്നെ എടുത്തപ്പോഴും എനിക്കൊരു വേദന ഉണ്ടായി എന്ന് പറഞ്ഞു. ഇറ്റ് ഹേർട്സ് യു ടു ബി ലിഫ്റ്റഡ് ഓർ മൂവ്ഡ് അബൌട്ട്? അപ്പോൾ ചോദിക്കുകയാണ്, നിന്നെ എടുത്തുയർത്തുമ്പോഴോ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴോ ചലിപ്പിക്കുമ്പോഴോ വേദന ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുട്ടി പറയാണ്, യെസ് സാർ, അതെ സാർ എന്ന് പറഞ്ഞു. യുവർ സൈഡ് ഡസൻറ്റ് ആക്ട് നൗ?
എന്നിട്ട് പറയാണ് നിൻ്റെ ഇപ്പോഴത്തെ ആ സൈഡിലുള്ള വേദന ഇപ്പം ഇല്ലേ എന്ന് ചോദിച്ചു. നോ സാർ. അപ്പോൾ പറയാണ് ഇല്ല സാർ എന്ന് പറഞ്ഞു. ഡസ് ഇറ്റ് ആക്ക് എ ഗ്രേറ്റ് ഡീൽ? അപ്പോൾ ചോദിക്കണം അത് ഭയങ്കര കഠിനമായിട്ട് ഭയങ്കര വലിയ വേദനയാണോ എന്ന് ചോദിക്കണം. അപ്പോൾ യെസ് സർ, ബട്ട് ഇറ്റ് ഹാസ് ഇൻ ആക്ട് എനി സിൻസ് ഐ ഹാവ് ബീൻ ഓൺ ദിസ് സോഫ്റ്റ് ബെഡ്. അപ്പോൾ പറയാണ് ഈ സോഫ്റ്റ് ബെഡിൽ നിങ്ങളിവിടെ ഇപ്പോൾ കിടക്കാൻ നിന്ന ആ സോഫ്റ്റ് ബെഡിൽ കിടന്നതിന് ശേഷം ഭയങ്കര വലിയ വേദനയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ദ സോഫ്റ്റ് ബെഡ് ഫീൽസ് ഗുഡ്. അപ്പോൾ പറഞ്ഞ ഈ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ബെഡ് നല്ലതാണോ, നന്നായിട്ട് ഗുഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, ഇത് കിടക്കാൻ നല്ല സുഖം തോന്നുന്നുണ്ടോ എന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ അവൾ പറയാണ് ഓ യെസ് സോ ഗുഡ്. അപ്പോൾ പറയണ അതേ സാർ, വളരെ നല്ല സുഖം തോന്നുന്നുണ്ട്. വാട്ട് എ സാറ്റിസ്ഫാക്ഷൻ മിങ്കിൾ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് വാസ് ഇൻ ഹർ വോയിസ്. അപ്പോൾ അവൾക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തൃപ്തികരവും മിങ്കിൾ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അതുമാത്രമല്ല നന്ദി കലർന്നതുമായിട്ടുള്ള ഒരു ശബ്ദമായിരുന്നു അവളുടെ മറുപടി പറയുമ്പോൾ അവളുടെ ശബ്ദം. ഓക്കെ, സപ്പർ ഈസ് റെഡി സെറ്റ് മിസ്സിസ് തോംസൺ. അപ്പോൾ പറയണ അത്താഴം റെഡി ആയിട്ടുണ്ട് എന്ന് മിസ്സിസ് തോംസൺ പറഞ്ഞു. ലുക്കിംഗ് ഇൻ ടു ദ റൂം എ ലിറ്റിൽ വൈൽ ആഫ്റ്റർ വേർഡ്സ്. എന്നിട്ട് എന്താണ് എന്നിട്ട് അതുമാത്രമല്ല അതിൻ്റെ സമയം അവളിങ്ങനെ പറഞ്ഞിട്ട് ആ റൂമിലോട്ടൊന്ന് നോക്കുവാണ്. അതായത് എന്താണ് ആ അല്പസമയം ആ റൂമിലോട്ടൊന്ന് നോക്കിയിട്ടാണ് മിസ്സിസ് തോംസൺ പറയുന്നത്. ജോ ഗ്ലാൻസ് ഫ്രം ഹിസ് വൈഫ്സ് ഫേസ് ടു ദാറ്റ് ഓഫ് മാഗി. ജോ എന്ത് ചെയ്തു, ആ ഭാര്യയുടെ മുഖത്തൊന്ന് കണ്ണെടുത്തിട്ട് എങ്ങോട്ട് നോക്കി, മാഗിയോട്ട് നോക്കി. ഷീ അണ്ടർസ്റ്റുഡ് ഹിം. അവൾക്കത് മനസ്സിലായി. ആൻഡ് ആൻസേർഡ്. എന്നിട്ട് പറയാണ് ഷീ ക്യാൻ വെയിറ്റ് അണ്ടിൽ വി ആർ ഡൺ, ദെൻ ഐ വിൽ ബ്രിങ് ഹർ സംതിങ് ടു ഈറ്റ്. ഷീ ക്യാൻ വെയിറ്റ് അണ്ടിൽ വി ആർ ഡൺ എന്ന് പറയുന്നത് അവൾ വെയിറ്റ് ചെയ്യട്ടെ, നമ്മൾ കഴിക്കുന്നവരെ അവളൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. ദെൻ ഐ വിൽ ബ്രിങ് ഹർ സംതിങ് ടു ഈറ്റ്. എന്നിട്ട് ഞാൻ അവൾക്ക് വല്ലതും ആദ്യം നമ്മൾ കഴിച്ച് തീരട്ടെ, എന്നിട്ട് ഞാൻ അവൾക്ക് വല്ലതും കൊടുക്കാം. ദർ വാസ് ആൻ എഫേർട്ട് ടു ഇൻഡിഫറൻസ് ഓൺ ദ പാർട്ട് ഓഫ് മിസ്സിസ് തോംസൺ. ഓക്കെ, അപ്പോൾ എന്താണ് അതായത് അവളിങ്ങനെ അവളിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന് കാണിക്കാം. അവൾ ആ ഒരു നേരത്തെയുള്ള ആ പരിക്കൻ സ്വഭാവമാണ് കാണിക്കാൻ എന്ന് വൈഫ് ശ്രമിക്കുകയാണ്. ബട്ട് ഹെർ ഹസ്ബൻഡ് ഹാഡ് സീൻ ഹെർ ത്രൂ ദ വിൻഡോ. പക്ഷേ അവളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്തു, അവളെ കണ്ണാടി കൂടെ കാണുന്നുണ്ടായിരുന്നു. ആൻഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ കോൾഡ്നെസ് വാസ് അസ്യൂംഡ്. അതായത് അവളിങ്ങനെ അഭിനയിക്കുന്ന പോലെ എന്ന് വെച്ചാൽ അവളോട് ഇഷ്ടമില്ലാത്ത പോലെ അഭിനയിക്കുന്നതാണ് എന്നുള്ള ഒരു രീതി മനസ്സിലാവുന്നുണ്ടായിരുന്നു. ജോ വെയിറ്റഡ് ആഫ്റ്റർ സിറ്റിംഗ് ഡൗൺ ടു ദ ടേബിൾ. ജോ എന്ത് ചെയ്തു, ഇങ്ങനെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ആഫ്റ്റർ സിറ്റിംഗ് ഡൗൺ ടു ദ ടേബിളിൽ ഇരുന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഫോർ ഹിസ് വൈഫ് ടു ഇൻട്രൊഡ്യൂസ് ദ സബ്ജക്ട് അപ്പർ മോസ്റ്റ് ഇൻ ബോത്ത് ഓഫ് ദെയർ തോട്ട്സ്. അതായത് രണ്ടുപേരുടെയും ചിന്തയിലുള്ള ഈ ഒരു ചിന്ത, അതായത് അവളെക്കുറിച്ചുള്ള ആ ചിന്ത ആരെങ്കിലും ഒരാൾ ഉയർത്തട്ടെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ആര് പറയും എന്നുള്ള രീതിയിൽ അദ്ദേഹം വെയിറ്റ് ചെയ്തു. അവള് തന്നെ പറയട്ടെ, മാഗിയെ കുറിച്ച് ഭാര്യ തന്നെ സംസാരിച്ച് തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ബട്ട് ഷീ കെപ്റ്റ് സൈലന്റ് ഓൺ ദാറ്റ് തീം. അപ്പോൾ പക്ഷെ അവൻ എന്താണ് ഇപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. ഫോർ മെനി മിനിറ്റ്സ് ആൻഡ് ഹി മെയിൻറ്റെയിൻഡ് എ ലൈക്ക് റിവേഴ്സ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത് വെച്ചാൽ അവിടെ മേശയിൽ ഇരുന്നിട്ട് ശേഷം രണ്ടുപേരുടെയും ചിന്തയിൽ എന്താണ് മുന്നിട്ട് നിന്ന് ആ വിഷയം ഭാര്യ തന്നെ അവതരിപ്പിക്കുന്നതിനായി ജോ കാത്തിരിക്കുകയാണ്. പക്ഷെ മിസ്സിസ് തോംസൺ എന്താണ് കുറേ നേരം മിണ്ടാതിരിക്കുകയാണ്, ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചിരിക്കുകയാണ്. അപ്പോൾ ജോയും എന്താണ് അതുപോലെ മിണ്ടാതെ തന്നെ ഇരിക്കുവാണ്. അറ്റ് ലാസ്റ്റ് ഷീ സെഡ് അബ്രപ്റ്റ്ലി. അവസാനം അവൾ പെട്ടെന്ന് ചോദിച്ചു, എന്താണ് വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് ദാറ്റ് ചൈൽഡ്? ആ കുട്ടിയെ നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു. ഐ തോട്ട് യു അണ്ടർസ്റ്റുഡ് മീ ദാറ്റ് ഷീ വാസ് ടു ഗോ ടു ദ പുവർ ഹൗസ്. അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞേ നിനക്കറിയാമല്ലോ ഞാൻ അവളെ അനാഥാലയത്തിലാണ് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ, നിനക്കറിയാവുന്ന കാര്യമല്ലേ എന്നുള്ള രീതിയിൽ അയാൾ പറയുവാണ്. റിപ്ലൈ ജോ. അപ്പോൾ ജോ റിപ്ലൈ ചെയ്ത് പറയുകയാണ്, അതായത് മറുപടി പറയുവാണ്, നിനക്കും കൂടെ അറിയുന്നുള്ളതല്ലേ ഞാൻ അവളെ പുവർ ഹൗസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ആസ് ഇഫ് സർപ്രൈസ് അറ്റ് ഹെർ ക്വസ്റ്റ്യൻ. അതായത് അവൾ അനാഥാലയത്തിലാണ് പോകേണ്ടതെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത് എന്ന് ആര് പറയണം, ജോ റിപ്ലൈ പറയണം. അതായത് തന്റെ ഭാര്യയുടെ ചോദ്യത്തിൽ അത്ഭുതപ്പെട്ടതുപോലെ ജോ മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മിസ്സിസ് തോംസൺ ലുക്ക്ഡ് റാദർ സ്ട്രേഞ്ച്ലി അറ്റ് ഹെർ ഹസ്ബൻഡ് ഫോർ സോണിക് മൊമെന്റ്സ് ആൻഡ് ദെൻ ഡ്രോപ്ഡ് ഹെർ ഐസ്. അപ്പോൾ മിസ്സിസ് തോംസൺ കുറച്ച് സമയം ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ ഭർത്താവിനെ നോക്കി, എന്നിട്ട് അവളിങ്ങനെ കണ്ണുകളിങ്ങനെ താഴ്ത്തി. ദ സബ്ജക്ട് വാസ് നോട്ട് അഗൈൻ റിഫർഡ് ടു ഡ്യൂറിങ് ദ മീൽ. അപ്പോൾ പിന്നീട് അവർ കഴിക്കുന്നതിനിടയ്ക്ക് ആ മീലിനിടയ്ക്ക് ഇതിനെക്കുറിച്ച് അവിടെ സംസാരം ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അറ്റ് ഇറ്റ്സ് ക്ലോസ് മിസ്സിസ് തോംസൺ ടോസ്റ്റഡ് എ സ്ലൈസ് ഓഫ് ബ്രെഡ് ആൻഡ് സോഫ്റ്റൻ. അപ്പോൾ അത് കഴിഞ്ഞതും അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ഈ മിസ്സിസ് തോംസൺ എന്ത് ചെയ്തു, ടോസ്റ്റഡ് എ സ്ലൈസ് ഓഫ് ബ്രെഡ്, ഒരു കഷ്ണം ബ്രെഡ് എന്ത് ചെയ്തു, ടോസ്റ്റ് ചെയ്തു. എന്നിട്ട് ആഡിങ് ടു ദിസ് കപ്പ് ഓഫ് ടീ, എന്നിട്ട് ഒരു കപ്പ് ചായ എടുത്തു. ഷീ ടുക്ക് ദം ഇൻ ടു മാഗി. എന്നിട്ട് അതെന്താണ് ഒരു ട്രെയിലൊക്കെ എടുത്ത് അവള് മാഗിയുടെ അടുത്തോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, ആ ടെക്സ്റ്റിൽ ആ പിക്ചറിൽ കാണിക്കുന്ന ആ സീനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ഹെൽഡ് ദ സ്മോൾ വെയിറ്റർ. എന്നിട്ട് ഒരു വെയിറ്ററിനെ പോലെ കൊണ്ടുപോകും.
കൊടുക്കുകയാണ് ട്രേയിൽ വെച്ചു. ഓൺ വിച്ച് ഷീ ഹാഡ് പ്ലേസ് ദം എന്ന് വെച്ചാൽ ആ ട്രേയിലൊക്കെ പ്ലേസ് ചെയ്തു. വൈൽ ദ ഹംഗ്രി ചൈൽഡ് എയ്റ്റ് വിത്ത് എവറി സൈൻ ഓഫ് പ്ലഷർ. അപ്പൊ ഈ വിശന്ന് കിടക്കുന്ന കുട്ടി എന്ത് ചെയ്തു, വളരെ സന്തോഷത്തോടുകൂടെ അത് കഴിച്ചു. ഈസ് ഇറ്റ് ഗുഡ് ആസ്ക് മിസ്സിസ് തോംസൺ. മിസ്സിസ് തോംസൺ ചോദിച്ചു, ആ കൊള്ളാമോ, നല്ലതാണോ, കൊള്ളാവോ എന്ന് ചോദിച്ചു. സീയിങ് വിത്ത് വാട്ട് എ കീൻ റിലീഷ് ദ ഫുഡ് വാസ് ടേക്കൺ. അതായത് എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവൾ നോക്കിയപ്പോൾ ഈ കുട്ടി നല്ല ആസ്വദിച്ചാണ് ഫുഡ് കഴിക്കുന്നതെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ചോദിച്ചത്, നല്ലതാണോ എന്നിങ്ങനെ ചോദിച്ചത്. ദ ചൈൽഡ് പോസ് വിത്ത് ദ കപ്പ് ഇൻ ഹർ ഹാൻഡ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കയ്യിൽ കപ്പ് വെച്ചിട്ടുണ്ട്, അതൊന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു ആൻഡ് ആൻസേർഡ് വിത്ത് എ ലുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്നിട്ട് അവൾ മറുപടി പറയുകയാണ്, ലുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ആ നന്ദിയുള്ള ഒരു നോട്ടത്തോടെ ഉത്തരം പറയുകയാണ്. ദാറ്റ് അവോക്ക് to new life all human feelings which had been slumbering in her heart for half a score of years. അപ്പോൾ എന്ന് വെച്ചാൽ ആ കയ്യിൽ കപ്പുമായിട്ട് ആ കുട്ടി ഒന്ന് നിർത്തി. തൻ്റെ ഹൃദയത്തിൽ ഹാഫ് എ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1/4 നൂറ്റാണ്ടോളം ഉറങ്ങിക്കിടന്നിരുന്ന ഒരു പഴയ മാനുഷിക വികാരങ്ങൾക്ക് ജീവൻ നൽകുന്ന തരത്തിലുള്ള നന്ദി നിറഞ്ഞ ഒരു നോട്ടത്തോടെ കുട്ടി ഇങ്ങനെ മറുപടി ഇങ്ങനെ പറയുകയാണ്. ഓക്കെ എന്നുള്ള രീതിയിലുള്ള മറുപടി പറയാം. നല്ലതാണ്, ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞു. ഓക്കെ, വി വിൽ കീപ് ഹെർ എ ഡേ ഓർ ടു ലോങ്ങർ. ഷീ ഈസ് സോ വീക്ക് ആൻഡ് ഹെൽപ്ലെസ്, സെഡ് മിസ്സിസ് ജോ തോംസൺ in answer to her husband's remark at breakfast time on the next morning that he must step down and see the guardians of the poor about Maggie. അപ്പോൾ തൊട്ടടുത്ത ദിവസം ഹസ്ബൻഡും മിസ്സിസ് തോംസണും വൈഫും കൂടെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുവാണ്. അപ്പോൾ ആ കഴിക്കാതിരിക്കുന്ന സമയത്ത് തോംസൺ ഇങ്ങനെ പറയുകയാണ്, ഞാനിന്ന് ഓർഫനേജിന്റെ ആ അധികാരികളെ കാണാൻ പോവുകയാണ്, അങ്ങോട്ട് മാഗിനെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നു. ആ സന്ദർഭത്തിൽ മിസ്സിസ് തോംസൺ പറയാണ്, വിൽ കീപ് ഹർ എ ഡേ ഓർ ടു ലോങ്ങർ. അപ്പോൾ പറയാണ്, നമുക്കിവിടെ 1-2 ദിവസം കൂടെ ഇവിടെ നിർത്താം, അവൾ ഭയങ്കര ബലഹീനതയും ആരും സഹായിക്കാനില്ലാത്തയാണ് എന്ന് ആര് പറയുന്നു, മിസ്സിസ് തോംസൺ പറയുന്നു. ഷീ വിൽ ബി സോ മച്ച് ഇൻ യുവർ വേ സെഡ് ജോ. അപ്പൊ ജോ പറയുവാണ്, അവള് നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കൂലേ എന്നിങ്ങനെ ജോ പറഞ്ഞു. ഐ ഷാൽ നോട്ട് മൈൻഡ് ദാറ്റ് ഫോർ എ ഡേ ഓർ ടു പുവർ തിങ്. അപ്പൊ പറയാണ്, 1-2 ദിവസത്തേക്ക് എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും അല്ല, പാവം കുട്ടി എന്നിങ്ങനെ ആര്, മിസ്സിസ് തോംസൺ പറയുന്നു. അതായത് മിസ്സിസ് തോംസന്റെ മനസ്സിവിടെ മാറുകയാണ് ചെയ്യുന്നത്. ജോ ഡിഡ് നോട്ട് സീ ദ ഗാർഡിയൻസ് ഓഫ് ദ പുവർ ഓൺ ദാറ്റ് ഡേ. അപ്പോൾ അന്നത്തെ ദിവസം അപ്പോൾ ജോ അവിടെ അനാഥാലയത്തിൽ പോയില്ല. അപ്പോൾ അധികാരികളെ കാണാൻ വേണ്ടി പോയില്ല. ഓൺ ദ നെക്സ്റ്റ് നോർ ഓൺ ദ ഡേ ഫോളോയിങ്. അപ്പോൾ അടുത്ത ദിവസവും പോയില്ല, പിന്നെ അതിനെ തുടർന്നുള്ള ഒരു ദിവസവും അവന് പോകേണ്ടി വന്നില്ല. ഇൻ ഫാക്ട് ഹി നെവർ സോ ദം അറ്റ് ഓൾ ഓൺ മാഗീസ് അക്കൗണ്ട് ഫോർ ഇൻ ലെസ് ദാൻ എ വീക്ക് മിസ്സിസ് ജോ തോംസൺ വുഡ് as soon think of taking up her own abode in the Ames house as sending Maggie there. അപ്പോൾ എന്താണ് മാഗിയുടെ കാര്യത്തിന് പിന്നെ അവരെ ഒരിക്കലും, അതായത് അനാഥാലയത്തിൽ ഒരിക്കലും അവരെ പോയി കാണേണ്ടി വന്നില്ല. അപ്പൊ കാരണം എന്തെന്ന് പറഞ്ഞാല് അവിടെ മിസ്സിസ് ജോ തോംസൺ വുഡ് as soon think that മിസ്സിസ് ജോ തോംസൺ ചിന്തിക്കുകയാണ് ഓഫ് ടേക്കിംഗ് അപ്പ് ഹെർ ഓൺ abode in Ames house as sending Maggie there. അപ്പോൾ കാരണം ഒരാഴ്ചക്ക് തന്നെ മാഗി അനാഥാലയത്തിലേക്ക് അയക്കുന്നതിനേക്കാൾ അവൾ തന്നെ അവളുടെ വീട് ഉപയോഗിച്ച് അനാഥാലയത്തിലേക്ക് മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കാനാണ് മിസ്സിസ് ജോ തോംസൺ ആഗ്രഹിച്ചത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മിസ്സിസ് ജോ തോംസണും അവിടെ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ മിസ്സിസ് ജോ തോംസൺ ആരും ഇല്ല. അപ്പോൾ മിസ്സിസ് ജോ തോംസൺ ഇവള് വന്നപ്പോൾ മാഗി വന്നപ്പോൾ ആരൊക്കെയോ ഉള്ളതുപോലെ തോന്നേ. അപ്പോൾ അവർക്കൊരു അനാഥത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. അല്ലെങ്കിൽ ഈ കുട്ടിയില്ലെങ്കിൽ അവര് ഒരു അനാഥത്വം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു രീതിയാണ്, എന്നുള്ള ഒരു ആശയമാണ് അവിടെ തരുന്നത്. വാട്ട് ലൈറ്റ് ആൻഡ് ബ്ലെസ്സിംഗ് ഡിഡ് ദാറ്റ് സിക്ക് ആൻഡ് ഹെൽപ്ലെസ് ചൈൽഡ് ബ്രിങ് ടു ദ ഹോം ഓഫ് ജോ തോംസൺ ദ പുവർ വീൽ റൈറ്റ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ വാട്ട് ലൈറ്റ് ആൻഡ് ബ്ലെസ്സിംഗ് ഡിഡ് ദ സിക്ക് ആൻഡ് ഹെൽപ്ലെസ് ചൈൽഡ് ബ്രിങ് ടു ദ ഹോം ഓഫ് ജോ തോംസൺ. അപ്പോൾ ഈ ജോ തോംസന്റെ വീട്ടിലേക്ക് വന്ന ഈ മാഗി എന്ന് പറയുന്ന ഈ കുട്ടി അവരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശവും ഒരു അനുഗ്രഹവും ആയിട്ട് വന്നതാണെന്ന് അവർക്ക് തോന്നി. It had been dark and cold and miserable there for a long time just because his wife had nothing to love and care for out of herself and so became sore, irritable, ill-tempered and self-afflicting in the desolation of her woman's nature. അപ്പോൾ അതായത് ഇറ്റ് ഹാഡ് ബീൻ ഡാർക്ക് എന്ന് വെച്ചാൽ ഈ കുട്ടി വരുന്നതിന് മുമ്പ് തന്നെ അവിടെ എന്ന് വെച്ചാൽ ഇരുള് നിറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ്, അതായത് ഇവള് വരുന്നതിന് മുമ്പ് ഇവരുടെ വീട് ഇരുണ്ട് നിറഞ്ഞതുപോലെ. എന്ന് വെച്ചാൽ അവർക്ക് മക്കളില്ല. അപ്പോൾ അവർക്ക് അവിടെ സ്നേഹിക്കാനായിട്ട് ആരും ഇല്ലാതെ, സ്നേഹിക്കാനും പരിചരിക്കാനും സ്വന്തമായിട്ട് ഒന്നും ഇല്ലാതിരുന്നാലാണ്. അതുകൊണ്ടാണ് ഈ ഭാര്യ ഇങ്ങനെ സ്വന്തമായിട്ട് ദേഷ്യപ്പെടുന്നത്. അവൾ ദേഷ്യക്കാരിയും കടുപ്പമുള്ളവളായിട്ടും എപ്പോഴും അസ്വസ്ഥതയുള്ളവളായിട്ടും പിന്നെ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുന്നതായിട്ടൊക്കെ തോന്നിയെന്ന് അങ്ങനെ
തോന്നിയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അതുകൊണ്ടാണ് ആ വീട് ഒരുപാട് കാലം ഇരുണ്ടതും തണുത്തതും സങ്കടം നിറഞ്ഞതുമായിരുന്നു എന്ന് ഇവിടെ പറയുന്നത്. Now the sweetness of that sick child, looking ever to her in love, patience and gratitude, was as honey to her soul, and she carried her in her heart as well as in her arms, a precious burden. അപ്പോൾ now ഇപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ അവസ്ഥ മാറി. അപ്പോൾ ഈ കുട്ടി വന്നതിന് ശേഷം the sweetness of that sick child, അപ്പോൾ ആ ഒരു വയ്യാത്ത കുട്ടിയുടെ ആ മാധുര്യം അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു സ്നേഹം, പിന്നെ ലുക്കിംഗ് എവർ ടു ഹെർ ഇൻ, അപ്പോൾ അത് അങ്ങനെ അവളെ നോക്കുന്നതിലൂടെ ഇവളിലും എന്താ, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയിലും എന്താണ് സ്നേഹവും ക്ഷമയും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം, അതായത് ആ കുട്ടിയുടെ ഈ സ്വഭാവങ്ങളെല്ലാം തൻ്റെ ഭാര്യയും എന്തുവാണ് വളരെ മാറ്റിയെടുത്തു എന്നുള്ളൊരർത്ഥമാണ്. ആൻഡ് ഷീ ക്യാരിഡ് ഹെർ ഇൻ ഹേർട്ട് ആസ് വെൽ ആസ് ഇൻ ഹർ ആംസ്. അതുമാത്രമല്ല അവള് എന്ത് ചെയ്തു, അങ്ങനെ ആ മിസ്സിസ് തോമസൺ അവളെ എന്ത് ചെയ്തു, അവളെ അവളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും അവളുടെ കൈകളിലും എല്ലാം എന്താണ് അവളെ ഒരു പ്രീഷ്യസ് ബേർഡൻ, അതായത് ഒരു വളരെ മൂല്യവത്തായ ഒരു നിധി പോലെ അവള് എപ്പോഴും കൊണ്ടു നടക്കുവാണ്. ഓക്കെ. ആസ് ഫോർ ജോ തോംസൺ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആരുടെ കാര്യമാണ്, മിസ്സിസ് തോംസന്റെ കാര്യമാണ്. ഇനി ജോ തോംസന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, there was not a man in all the neighborhood who drank daily of a more precious wine of life than he. അപ്പോൾ അദ്ദേഹവും, അപ്പോൾ ആ ഒരു there was not a man in all neighborhood, അദ്ദേഹത്തിന്റെ തന്റെ അയൽപ്പക്കത്ത് തന്നെ അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യനില്ല, who drank daily of more precious wine of life than he. അതായത് അദ്ദേഹത്തിന്റെ ജീവിതം വലിയ മൂല്യവത്തായ വീഞ്ഞ് കുടിക്കുന്ന ആ ലഹരി പോലത്തെ ഒരു നല്ലൊരു ജീവിതം അനുഭവിക്കുന്ന അദ്ദേഹത്തെ പോലെ വേറൊരാള് ആ അയൽപക്കത്തെങ്ങും ഇല്ല എന്നുള്ള ഒരു സ്ഥിതി വന്നു ചേർന്നു. An angel had come into his house. ഒരു ഏഞ്ചൽ, ഒരു മാലാഹ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. Disguised as a sick, helpless ആൻഡ് മിസറബിൾ ചൈൽഡ് എന്ന് വെച്ചാൽ ഒരു മാലാഖയാണ് ഇതാ വന്നിരിക്കുന്നത്. ആ വീട്ടിൽ വന്നിരിക്കുന്ന മാഗീനെ ഒരു മാലാഖയായിട്ടാണ് കാണുന്നത്. ഓക്കെ. അതെങ്ങനെ വേഷം മാറി വന്ന ഒരു രോഗിയായിട്ടുള്ള സഹായിക്കാൻ ആരുമില്ലാത്ത ദുരിതങ്ങൾ നിറഞ്ഞ ആ കുട്ടി ആ കുട്ടിയെ ഒരു മാലാഖയായിട്ടാണ് കാണുന്നത്. ആൻഡ് ഫിൽഡ് ഓൾ ഇറ്റ്സ് ഡ്രിയറി ചാമ്പേഴ്സ് വിത്ത് ദ സൺഷൈൻ ഓഫ് ലവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇരുള് മൂടിക്കിടന്ന ആ എല്ലാ മുറികളിലും പ്രകാശം പരത്തി, സ്നേഹത്തിൻ്റെ ഒരു സൺഷൈൻ, സൂര്യകിരണം ചൊരിഞ്ഞു കൊണ്ടുവന്ന ഒരു വേഷം മാറി വന്ന മാലാഖയായിട്ടാണ് മാഗിയെ ജോ തോംസൺ കണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഥ. അപ്പോൾ നമുക്കറിയാം ഇതൊരു വലിയ ലെങ്തി കഥയാണ്, പക്ഷേ ഇതിലെ ഓരോ വരികളുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ. കാരണം പരീക്ഷയ്ക്ക് ഇതിൽ എവിടെന്നെങ്കിലുമൊക്കെ എടുത്ത് കുറച്ച് പോർഷൻ എടുത്ത് തരും. എന്നിട്ട് ഇത് ആരോട് സംസാരിച്ചു, ഇതിലെ സന്ദർഭം എന്താണ്, പിന്നെ ഇതിലെ കഥാപാത്രങ്ങൾ ആരാണ്, ക്യാരക്ടേഴ്സിൻ്റെ പേരെഴുതുക എന്നൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ വരും. ഓക്കെ. അതുകൊണ്ട് നല്ല രീതിയിൽ കഥ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് പരീക്ഷയ്ക്ക് വരുന്ന തരത്തിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ അതിന്റെ ക്ലാസ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഈസ് മീ ദീപ ജാർവി സൈനിങ് ഓഫ്.